ഓറിയന്റേഷന്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോ നമ്മള് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. നമ്മള് ഫസ്റ്റ് സെഷൻ ഒറ്റയ്ക്ക് നമ്മൾ മെന്റേഴ്സിന്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ടാവും. മെന്റേഴ്സ് മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളെ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളെ ബാച്ച്മേറ്റ്സിനെ ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ മാക്സിമം പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ചെയ്യുക. കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആണ് നമ്മളുടെ ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒന്ന് ക്യാമറ ഒക്കെ ഓൺ ചെയ്താലാണ് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഒരു ബ്ലാക്ക് സ്ക്രീനിന്റെ അടുത്ത് ക്ലാസ് എടുക്കുന്നത് പോലെ ഉണ്ടാവില്ലേ. അപ്പൊ ഓക്കെ, നമുക്ക് ഇന്ന് ഓറിയന്റേഷൻ, നമുക്കറിയാം ഇന്ന് ഓറിയന്റേഷന്റെ ഫസ്റ്റ് ഡേ ആണ്. ഓറിയന്റേഷൻ 9.0 എന്നുള്ള നമ്മളുടെ ഈ ഒരു സീരീസ് ഓഫ് സെഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ കാണുന്നത്. എന്റെ പേര് അക്ഷര, ഞാൻ സൈക്കോളജി മെന്ററും അതുപോലെ തന്നെ ഇവിടുത്തെ ഹാപ്പിനെസ് അംബാസഡറും ആണ്. നമ്മളുടെ കൂടെ നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സുനീറ മാം ഉണ്ട്, അതുപോലെ തന്നെ ഗായത്രി മാമും അതുപോലെ വേറെ മെന്റേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇഗ്നു യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ലേൺ വൈസിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മളുടെ സ്റ്റഡി ഒരു ടൈം ടേബിൾ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്, നമ്മുടെ എക്സാമിനോട്ടൊക്കെ അടുക്കുന്നതോറും നമ്മുടെ സിലബസ് എന്താണ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിനെ പറ്റിയിട്ടും ഒരു നല്ല ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ അല്ല, ഇത് നമ്മളുടെ ഈ ഒരു സീരീസ് ഓഫ് സെഷൻസിന്റെ ഫൈനൽ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സിറ്റി എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് ലേൺ വൈസ്, അതുപോലെ തന്നെ ലേൺ വൈസിന്റെ എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഒരു ധാരണ വരുത്താനാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അധികം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ല. നമ്മളുടെ ഈ ഒരു സെഷൻ ഓറിയന്റേഷന്റെ ഫസ്റ്റ് സെഷൻ ആണ്. നമുക്കറിയാം കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിട്ട് തന്നെ ഇത് കണക്കാക്കാം. നമ്മൾ ഓറിയന്റേഷൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളൊരു ഓറിയന്റേഷൻ 9.0 എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ പിന്നിൽ 3 വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോ അതിന്റെ പിന്നിൽ നിങ്ങൾ ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പോയി നോക്കുക കേട്ടോ, എന്താണ് അതിന്റെ പിന്നിൽ, നമ്മളുടെ മെയിൻ തീം എന്താണെന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കുക. അതിന്റെ പിന്നിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഇന്റഗ്രേറ്റ്, ഇന്നോവേറ്റ്, അതുപോലെ ഇഗ്നൈറ്റ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണാം. അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള പാഷൻസിനെയൊക്കെ ഇഗ്നൈറ്റ് ചെയ്യുക, അത് കുറച്ചും കൂടെ ഇവോൾവ് ചെയ്ത് നിങ്ങളിലോട്ടേക്ക് നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോളായ നിങ്ങളുടെ ഈ ഒരു ഡിഗ്രി നേടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ കൂടിച്ചേർന്ന് നിങ്ങളെ നല്ല രീതിയിലുള്ള ഒരു ഡിഗ്രി കംപ്ലീഷൻ, അതായത് നിങ്ങളുടെ ഡിഗ്രി, നിങ്ങളുടെ ഒരു ഡ്രീം സക്സസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് ഒരു ഓൾ ടുഗെദർ വർക്ക് ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു സെഷനും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു അക്കാഡമിക് ഇയറും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ നല്ല കോപ്പറേഷനും വേണം. അതുപോലെ തന്നെ നല്ല എല്ലാ ലൈവിലും നിങ്ങളുടെ കംപ്ലീറ്റ് ഒരു പാർട്ടിസിപ്പേഷനും കൂടെ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആയാലാണ് നമുക്ക് കുറച്ചും കൂടെ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ വെക്കും, അത് വേറെ. ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷനിലോട്ടേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ്. പിന്നെ പറ്റുന്ന ആൾക്കാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറ ഓൺ ചെയ്യാം. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ ഞാൻ സുനീറ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സുനീറ മാം കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം അക്ഷര മാം. സുനീറ മാം, താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് ഓൾ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ലേൺ വൈസിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഒഫീഷ്യലി ഇന്ന് മുതൽ നമ്മൾ ലേൺ വൈസിന്റെ ഒരു ഫാമിലി മെമ്പേഴ്സ് ആവാൻ പോവുകയാണ്. അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയിലാണ് നമ്മൾ ഓറിയന്റേഷൻ സെഷൻ 9.0 ഒരു സീരീസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ എല്ലാവരും ഒന്ന് ഫസ്റ്റ് ഡേ നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ, പണ്ട് കോളേജിലോ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക അല്ലെ, അതൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ആണെങ്കിലും ഡിസ്റ്റൻസ് ആണെങ്കിലും നമുക്കും വേണമല്ലോ അല്ലെ ആ ഒരു എന്താ പറയാ ഒരു ഫീലൊക്കെ, കോളേജിന്റെ ഫീൽ അല്ലെങ്കിൽ ഒരു സ്കൂളിലേക്ക് പോയതിന്റെ ഒരു ഫീൽ എന്ന് പറയാം. അപ്പൊ അത് വേണ്ടിയാണ് ഇന്നത്തെ ഒരു സെഷൻ. എല്ലാവരും ഒന്ന് പരിചയപ്പെടുക. ഐസ് ബ്രേക്കിംഗ്, അക്ഷര മാം പറഞ്ഞതുപോലെ ഐസ് ബ്രേക്കിംഗ് ആണ്. കുറച്ച് ഫൺ ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു വൈബിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് എന്നെ ആദ്യം പരിചയപ്പെടുത്താം. എന്റെ പേര് സുനീറ എന്നാണ്. കുറച്ച് ആൾക്കാർക്കൊക്കെ എന്നെ പരിചയം ഉണ്ടാവുമായിരിക്കും. കുറച്ചു പേരൊക്കെ എന്റെ സ്റ്റുഡൻസ് ആയിരുന്നു, ആണ്. അങ്ങനെ കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും. സുനീറ എന്നാണ് എന്റെ പേര്. ഇവിടെ ഫാക്കൽറ്റി കം മെന്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ പേരും ഒക്കെ ആയിട്ട് നമുക്ക് ആരെയും വിളിക്കുന്നൊന്നുമില്ല, ഞങ്ങൾ ആരെയും അങ്ങോട്ട് വിളിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് പരിചയപ്പെടുത്തി തരാം. ജസ്റ്റ് പേര് മാത്രമല്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ നമ്മളൊരു സൈക്കോളജിയിലേക്ക്. ഇപ്പോൾ ഈ ഒരു ഗാലറി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല ഒരു വെറൈറ്റി ഓഫ് പീപ്പിൾ ആണ് ഇവിടെ കാണാനുള്ളത്. പല ഏജിലുള്ളതും പല ഏജ് ഗ്രൂപ്പിലുള്ളതും പല പല എന്താ പറയാ പ്രൊഫഷനിലുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോ സൈക്കോളജി എടുക്കാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഇഗ്നുവിലേക്ക് സൈക്കോളജി എന്ന ലെവലിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ പറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആരാണ് വരുന്നത്? നമുക്ക് കുറച്ച് ആദ്യം ഒരു 5-6 പേരെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ബാക്കി നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. മാഡം, ഞാൻ ആദ്യം വരാം. കാരണം
എനിക്ക് ഓക്കെ 53 ഇയേഴ്സ് ഓൾഡാണ്. അതുകൊണ്ട് മുതിർന്ന ആളെ ആദ്യം നജീബ്. പറഞ്ഞായിരിക്കും നല്ലത് ഞാൻ വിചാരിക്കും. ഓക്കെ, എന്റെ പേര് നിജീബ് എന്നാണ്. ഞാൻ ഇപ്പൊ ഒരു യാത്രയിലാണ്. ഓക്കെ അതുകൊണ്ട് ഞാൻ ഒരു ഹോസ്പിറ്റൽ കേസുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിൽക്കാൻ വേറെ ദിവസമൊന്നുമില്ല, ചെറിയൊരു ഇതാണ്. അപ്പൊ എനിക്കല്ല, മകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ പേര് നിജീബ്. ഞാന് പിന്നെ ആലുവിലാണ്, ആലുവിൽ സ്കൂളിൽ വർക്ക് ചെയ്യാൻ ഒരു ടീച്ചറായിട്ടാണ്. ഒരു അറബിക് ലാംഗ്വേജ് ടീച്ചറാണ്. ഇപ്പോൾ SM ചാർജ് വഹിച്ചു പോകുന്നു. ആഹാ. പിന്നെ 3 കുട്ടികളാണ്. മോന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഡിഗ്രി, പിന്നെ മോള് +2 ആണ്, അടുത്ത മോള് 8ല്. ഇതാണ് എന്റെ ബയോഗ്രഫി. താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് കേൾക്കുന്നുണ്ടോ? ഓ ഓക്കെ. ഓ കേക്കാം കേക്കാം. എൻ്റെ പേര് ഇസ്മായിൽ എന്നാണ്. ഞാൻ സ്വദേശം വടുതല, അരൂര് വടുതലയാണ്, കൊച്ചി. ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ്. ഇവിടെ അധ്യാപകനായിട്ട് ജോലി നോക്കുന്നു. ഓ ആഹാ, അത് ശരി. നിങ്ങള് ഇൻട്രൊഡ്യൂസ് ഓക്കെ, ചെയ്ത അതുകൊണ്ടായിരിക്കും അല്ലേ സൈക്കോ. ഹലോ, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്താണ് MA സൈക്കോളജി എടുക്കാനുണ്ടായ അതിന്റെ പിന്നിലുള്ള ഒരു കാരണം കൂടെ ഒന്ന് വ്യക്താക്കണം കേട്ടോ. അല്ലാതെ MA സൈക്കോളജി എടുക്കാൻ കാരണമൊന്നുമില്ല. ഞാൻ അങ്ങനെ ടീച്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് ഉപകാരപ്പെടും. പിന്നെ ഞാനൊരു കരിയർ കൺസൾട്ടന്റ് ആണ്. ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പൊ അതിന് ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അഡീഷണൽ ആഹാ. ആയിട്ട് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറെ നാൾ മുമ്പ് ആലോചിക്കുന്നതാണ്. ഓക്കെ അതിനിടയ്ക്ക് ഓക്കെ. സാധിച്ചിട്ടില്ല. പിന്നെ ഇപ്പോ സമയം കിട്ടിയപ്പോഴത്തേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കംപ്ലീറ്റ് ആക്കുമോ ഇല്ല എന്നുള്ളത് അത്ര വലിയ ആ, കൊ- ഉറപ്പില്ലെങ്കിലും തുടങ്ങി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ആ ഒരു കാര്യം മാത്രം നമ്മൾ ഇവിടെ എടുക്കുന്ന കാര്യമല്ല, കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് നമുക്കും ഒരു നിർബന്ധമുള്ള കാര്യമാണ്. നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ ഞാന് 2ാം വർഷത്തെ ഞാൻ ഈ ഇന്റേൺഷിപ്പ് അടക്കം നാട്ടിലില്ലാത്ത കൊണ്ടിട്ടുണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു ഡിപ്ലോമ കോഴ്സ് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ തുടങ്ങിയിരുന്നു, കരിയറിന്റെ ഒരു ഡിപ്ലോമ. അപ്പൊ ഓക്കെ. അതും സമയത്തോടെ എത്താൻ പറ്റിയില്ല. പിന്നെ അതങ്ങനെ ഡ്രോപ്പ് ആഹാ. ചെയ്തു. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ഓക്കെ മാത്രമല്ല, അല്ല മടി കൊണ്ടിട്ടല്ല. സമയത്ത് അവിടെ എത്താൻ പറ്റില്ല ഓക്കെ എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിക്കണത്. ഓക്കെ. അത് നമുക്ക് മനസ്സിലാവും. ആ ഒരു തിരക്ക്, ഒരുപാട് തിരക്കുള്ള ആളുകളാണ് പലപ്പോഴും ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്. അതൊക്കെ അറ്റ്ലീസ്റ്റ് 1 hour to 2 hours സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഡെയിലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ PG ക്രാക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ അതൊരു നമ്മുടെ ടൈം ടേബിളിന്റെ ഭാഗമാക്കി വെച്ചാൽ മതി. നമ്മുടെ ടൈം ടേബിൾ നിങ്ങൾക്ക് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു 1 hour അല്ലെങ്കിൽ 2 hour അത്രേ വേണ്ടൂ നമുക്ക് നമ്മുടെ ഡിഗ്രിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഡെയിലിയോ ഡിഗ്രി ഡെയിലിയോ അല്ലെങ്കിൽ PG വീക്ക് എന്തായാലും അതിന് ഡെയിലിയോ വീക്കിലിയോ? വേണം ഡെയിലി. ഡെയിലി എന്നിട്ട് അതിൽ സൺഡേ നമുക്ക് ഒഴിവുണ്ട്. ഓക്കെ, സൺഡേ ഒഴിവിന് ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഡെയിലി 1 hour എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു സമയം 1 hour വെച്ചാൽ ഓക്കെ, നമുക്ക് കിട്ടും. ഓക്കെ, ട്രൈ അത്രേ ചെയ്ത് ഉള്ളൂ. നോക്കാം. അതിനപ്പുറത്തേക്ക് അല്ലാതെ സാധാരണ കോളേജിലൊക്കെ പോകുന്ന പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും ഇരിക്കണ്ടല്ലോ. ഓൺലി 1 hour അത് മതി. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ നെക്സ്റ്റ് ആരാണ്? ഹായ് മാം, ഓഡിബിൾ ഹായ്, ആണോ? സൂരജ്. ഹലോ. ഓ ഓക്കെ ഓഡിബിൾ ആണ് സൂരജ്. ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ പേര് സൂരജ് എന്നാണ്. എൻ്റെ വീട് സ്വദേശം പാലക്കാടാണ്. ഞാൻ സെറ്റിൽ ആയിരിക്കുന്നത് ഇപ്പോൾ ബാംഗ്ലൂരിനടുത്തൊരു ഹസൻ എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലാണ്. ആൻഡ് ഞാൻ എൻ്റെ സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞത് പാലക്കാട് തന്നെയാണ്. +2 വരെയ്ക്ക് പാലക്കാട് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് BTech കംപ്ലീഷൻ ഇൻ ട്രിവാൻഡ്രം, അവിടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പം ആസ് ഓഫ് നൗ റെയിൽവേയിൽ ഞാൻ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഏകദേശം ഒരു 2014 പാസ് ഔട്ടായി. അത് കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ ഒരു 8 ഇയേഴ്സോളം ഞാൻ ഇവിടെ റെയിൽവേയിൽ തന്നെയാണ്. ആൻഡ് അതാണ് എൻ്റെ പേഴ്സണൽ ഡാറ്റാസ്. ആൻഡ് വൈ സൈക്കോളജി എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് പ്യുവർലി ഒരു എന്താ പറയുക, ഒരു ക്യൂരിയസ് ആൻഡ് ഒരു പാഷനേറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനത് നോക്കിക്കാണുന്നത്. ബിക്കോസ് ഞാൻ എപ്പോഴും ഇപ്പം മോസ്റ്റ്ലി ഇപ്പോൾ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ആളുകളെ കാണുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കൂടെ ഞാൻ കൂടുതലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു വൈ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. വൈ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട്, വൈ ഹീസ് ബിഹേവിങ് ലൈക്ക് ദിസ്, അങ്ങനത്തെ ഒരു സാധനം വരാറുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി, അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയാണ്, പ്യുവർ ക്യൂരിയോസിറ്റിയും പിന്നെ അതുപോലെ തന്നെ എനിക്കിത് ലേൺ ചെയ്യണം, നോളജ് ഗെയിൻ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു MA സൈക്കോളജി എന്നുള്ള ആ ഒരു മീനിങ് സൈക്കോളജി എന്നുള്ള ഒരു ഫീൽഡ് പൊതുവെ എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഇതിനകത്തേക്ക് വരുന്നത്.
ആൻഡ് ഈ പറയുന്ന പോലെ തന്നെ ടെക്നിക്കൽ ഫീൽഡിൽ ഞാൻ മേ ബി ചിലപ്പോൾ എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ ആയിട്ട് ഞാൻ ഇത് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും Hello. ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ Hello, am I അതായത് audible? അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു താങ്ക് യു. ദെൻ ഗണേഷ്. Yes, ആ I'm Ganesh. നമസ്തേ. ഓഡിബിൾ ആണ് കേൾക്കാം. Yes. നമസ്കാരം. ഞാൻ ഗണേഷ് കുമാർ എന്നാണ് പേര്. Okay. വീട് ട്രിവാൻഡ്രം. പക്ഷെ ഞാനിപ്പോ വർക്ക് ആ ചെയ്യുന്നത് നവോദയ വിദ്യാലയത്തിലാണ്. നവോദയ വിദ്യാലയ ഇവിടെ ആന്ധ്രാപ്രദേശിലാണ്. നവോദയ ആഹാ. വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പലാണ് ഞാൻ. ഓ അപ്പോ അത് ശരി. ആ, അപ്പോ ഈ വരുന്ന മെയില് റിട്ടയർ ചെയ്യാണ്. മെയ് 31. അപ്പൊ റിട്ടയർമെന്റിന് ശേഷം സൈക്കോളജി കൊണ്ട് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ട്രെയിനിങ് ഇല്ലാതെ കുട്ടികളെ ഞങ്ങൾ ഇങ്ങനെ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങോടുകൂടി കൊടുക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഇത് എടുത്തത്. ഇങ്ങനെ ഒരു സൈക്കോളജി ഇഷ്ടമായത്. അതിന് പറഞ്ഞാൽ ഞാൻ MA ആണ്. MA ജോഗ്രഫി ആയിരുന്നു. ഓ അത് ശരി. അപ്പൊ അപ്പോ ജോഗ്രഫി ഞങ്ങള് BEd പഠിക്കുമ്പോഴത്തേക്ക് അതിൽ MA പഠിക്കുമ്പോഴ് സൈക്കോളജി ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. ഓക്കെ അവസരം കിട്ടി വളരെ സന്തോഷം. ഈ ആഫ്റ്റർ 4 months ഐ എം ഗോയിങ് ടു റിട്ടയർ. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ നവോദയ ടോട്ടൽ റെസിഡൻഷ്യൽ. അപ്പൊ ഞങ്ങൾ 24 hours ഡ്യൂട്ടിയിലാണ്. മറ്റേ ഗുളിക കഴിച്ചേക്കാത്തല്ലേ? ശ്രീകണ്ഠ ഗുളിക കഴിച്ചേക്കാം. എന്താണ് ഓക്കെ കേൾക്കാം ഗണേഷ് കേൾക്കാം. കണ്ടിന്യൂ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ താങ്ക് യു. അപ്പോ ഒരു പ്രിൻസിപ്പൾ ആണ് ഇരിക്കുന്നത് അല്ലേ? റിട്ടയർമെന്റും ആയി. അപ്പോ റിട്ടയർമെന്റ് ലൈഫ് കുറച്ചുകൂടെ കളറാക്കാന്ന് വിചാരിച്ചു. റൈറ്റ്. ഓക്കെ ഓക്കെ ഫൈൻ. എന്തായാലും ഓക്കെ. ഇനി ഹായ്, ഞാൻ ഹായ്. ദീപിക. എന്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ സൂരജ് പറഞ്ഞ പോലെ ഒരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഞാനൊരു 6 years ആയിട്ട് ഇവിടെ കൊച്ചിയിൽ ഒരു MNC വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം ഈ IT ദീപിക ക്യാമറ ഓൺ ചെയ്യാമോ? അതെ, വീഡിയോ ഓൺ ആക്കാമോ? ഞാൻ വർക്കിന്റെ ഇടയ്ക്ക് ഇരിക്കും. അപ്പം അത് മോണിറ്റർ ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് വരാത്തത്. ഓ ശരി. ഓക്കെ അപ്പം എനിക്ക് 7:30 ഒരു കോളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോ ഒരു 6 years ആയിട്ട് ഒരു കോർപ്പറേറ്റ് ഫീൽഡ് ആവുമ്പോൾ കോർപ്പറേറ്റ് ഇസ് ലൈക്ക് നമ്മളെ എല്ലാവരുടെ ലൈഫിനകത്തും ഈ കോർപ്പറേറ്റ് കയറി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. ഭയങ്കര ആ ഒരു നമുക്ക് ഫുള്ളി വർക്ക്, ടോക്സിക് എൻവയോൺമെന്റ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി പഠിക്കണം തോന്നിയത്. ഇതിപ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഇങ്ങനെ ഒരു സ്ട്രെസ് വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. എന്റെ തോട്ടാണ്, അറിയില്ല. അപ്പം കുറച്ചൊരു ഐഡിയ കൊണ്ടുവന്നിട്ട് ലൈക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് എനിക്കായിട്ട് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പഠിച്ചു വരുമ്പോഴേ അറിയൂ അതെങ്ങനെയാ പോകുന്നതെന്നുള്ളത്. അപ്പോ അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. യെസ്. ഓക്കെ ഓക്കെ താങ്ക് യു ദീപിക. ഹലോ, കേൾക്കാമോ? ഓക്കെ. ഹലോ, കേൾക്കാമോ? ഓക്കെ കേൾക്കാം. ഗുഡ് ഈവനിങ്. ഹരികുമാർ എന്നാണ് എൻ്റെ പേര്. ആഹാ. ഞാൻ ആക്ച്വലി എനിക്ക് പേഴ്സണൽ മാനേജ്മെന്റിൽ ഒരു MBA ഉണ്ട്. ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ HR മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആക്ച്വലി സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഞാനൊരു 3 years ബാക്ക് ഞാനൊരു മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആയിട്ട് മാറി. വെച്ചാൽ 2-3 കമ്പനികളുടെ HR-ഉം അതേപോലെ തന്നെ ബ്രാൻഡിങ്ങും, ഇത് രണ്ടും എൻ്റെ ഒരു കൺസൾട്ടന്റ് കൂടിയാണ്. പിന്നെ സൈക്കോളജി എന്തിനാന്ന് ചോദിച്ചാൽ ബേസിക്കലി 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ HR മാനേജ്മെന്റിൽ തന്നെ നമ്മൾ ഒരുപാട് എംപ്ലോയീസിനെ കാണുന്നതാണ്. അവരുടെ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് നേരിട്ട് കണ്ട് അവരോട് സംസാരിച്ചിട്ട് ഈ സൈക്കോളജി ശരിക്കും വളരെ കുറച്ചേ ഞങ്ങൾ ഇതിനകത്ത് പഠിക്കുന്നുള്ളൂ. പക്ഷെ എന്നാലും അത് വെച്ചിട്ട് കുറേയൊക്കെ നമുക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നി. അങ്ങനെ ഒരു
കോൺഫിഡൻസ് തോന്നി. അതിനുശേഷം ഞാൻ ആക്ച്വലി ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന നമ്മുടെ കേരള ഗവൺമെന്റ് നടത്തുന്ന ഒരു കോഴ്സ് ഉണ്ട്, മറ്റേ CCK, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഓഫ് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ. അപ്പൊ അതിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏകദേശം 8-9 മാസമായി. അപ്പൊ ഈ 2 കാര്യങ്ങളും കൊണ്ട് എനിക്ക് സൈക്കോളജിയിൽ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ ആക്ച്വലി എൻ്റെ മക്കള് അതും കൂടെ കൊണ്ടാണ് ഞാൻ ഫുള്ളി ഇതിനകത്തോട്ട്, കാരണം ഡെയിലി ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇപ്പൊ അവർ എൻട്രൻസിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 3-4 വർഷം മുമ്പ് മുതൽ ഒരു ബ്രില്യൻ പാലയിലൊക്കെ ഈ മെഡിക്കൽ എൻട്രൻസിനൊക്കെ പഠിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ ഒരുപാട് സ്ട്രെസ്സിലൂടെ അവർ കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഡെയിലി 1-2 മണിക്കൂർ അവരെ ട്രെയിൻ ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് അപ്പൊ ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ മാനേജ് ചെയ്തു. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഭംഗിയായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരെ കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കോൺഫിഡൻസ് വളരെയധികം ഉയർന്നു. അപ്പം അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു MA കൂടെ ഒരു സൈക്കോളജി കോഴ്സ് എൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ അതും കൂടെ എടുത്തേക്കാം എന്ന് തോന്നിയത്. പക്ഷെ എനിക്കിപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചാൽ 2-3 കമ്പനികളുടെ കൺസൾട്ടേഷൻ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബിസിയാണ്. എന്നാലും ഞാൻ കഴിയുന്ന ദിവസങ്ങളിൽ ഞാൻ ക്ലാസ്സുകൾ കണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി 3-4 വീഡിയോസ് കണ്ടു. അപ്പൊ അങ്ങനെ ഉള്ള സമയം കാണുക. പിന്നെ ഇപ്പോൾ ഒരു ആഴ്ചത്തേക്ക് ബിസി ആയിരിക്കും. പിന്നെ ഉള്ള ദിവസം 2 വെച്ച് കാണുക. അങ്ങനെ ഒരു ഐഡിയയിലാണ് ഇപ്പോൾ. ഓക്കെ താങ്ക് യു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. വിചാരിച്ചതുപോലെയൊക്കെ നടക്കട്ടെ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഹലോ. മേഡം സോറി, ഞാൻ ട്രാവലിംഗ് ആയിരുന്നു, അതാണ് വണ്ടി ഒന്ന് നിർത്തിയിട്ടാ ഇടയ്ക്ക്. ഓക്കെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്റെ പേര് റോജു എന്നാണ്. ഞാനിവിടെ ക്ലിയർ ആണോ? ക്ലിയർ ആണ് പറഞ്ഞോളൂ. എന്റെ പേര് റോജു എന്നാണ്. ഞാനിവിടെ ഇസാഫ് ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുക, കുറവിലങ്ങാട് ബ്രാഞ്ച്. വീട് സ്വദേശം കോട്ടയ. അപ്പൊ എനിക്കിതിന്റെ സൈക്കോളജിയിൽ അത്ര ഇതൊന്നുമില്ല, പക്ഷെ കുറച്ച് നാളായിട്ടൊന്ന് ഇത് എടുക്കണമെന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ചേർന്നതാണ്. ഏതായാലും ഒന്ന് നോക്കാന്ന് വിചാരിക്കണം, ജോലിയുടെ ഇടയ്ക്ക് ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കണം. ഓക്കെ അപ്പൊ ഒരു കൈ നോക്കാന്ന് വിചാരിച്ചില്ലേ സൈക്കോളജിയിൽ? നോക്കാന്ന് വിചാരിക്കണം. അതെ, 7 മണി കഴിയുമ്പോൾ ഫ്രീ ആവും. എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ 2 ക്ലാസ്സുകളൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം നോക്കാം. കുറച്ച് നാളായിട്ട് ഇതാണ്. ഞാൻ വേറെ 2 യൂണിവേഴ്സിറ്റി നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ ഇത് ഇപ്രാവശ്യം എല്ലാം ഒത്തു വന്നോണ്ടെന്ന് ചേർന്നേക്കാന്ന് വിചാരിച്ചത്. ഓക്കെ അപ്പൊ ഇൻട്രസ്റ്റോട് കൂടെ വന്നതല്ല, ഇൻട്രസ്റ്റ് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ. ഇപ്പം നമുക്കും നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഇതിപ്പോ ഓറിയന്റേഷൻ ആണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു പഠനവും ക്ലാസ്സുകളും മാത്രമായിട്ട് അങ്ങനെ കൊണ്ടുപോകാനും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. പല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാം കൂടി ആയിട്ട് നല്ല ഇൻട്രസ്റ്റ് തന്നെ പോവട്ടെ. അപ്പൊ ഇനി നമുക്ക് ഒരു ചെറിയൊരു ഗെയിം ആവാം അല്ലെ? അപ്പൊ കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. എല്ലാരും നല്ല ഇൻട്രസ്റ്റോടെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോവാം അല്ലെ അക്ഷര മാം? ഷുവർ. ഇപ്പൊ എല്ലാരും ഒന്ന് ബോറടിച്ചൊക്കെ ഇരിക്കുന്നതായിരിക്കും. ഇപ്പൊ വൈകുന്നേരം ചിലപ്പോൾ വർക്ക് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ക്ഷീണിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. ഇനി ഒന്ന് ക്യാമറയൊക്കെ എല്ലാരും ഓൺ ചെയ്യണേ. അപ്പൊ കുറച്ചൊരു 3-4 പേരെയൊക്കെ കാണുന്നുള്ളൂ ക്യാമറ ഓൺ ചെയ്തിട്ട്. എല്ലാരും ഒന്ന് ക്യാമറ ഓൺ ചെയ്യുക. ഓക്കെ താങ്ക് യു. എല്ലാരും ഓൺ ആയി വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഇതാരും മസിൽ പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ക്ലാസ് ഒന്നും അല്ല, നമ്മുടെ ഫണ്ണാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ എടുത്താൽ മതി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ മാം? സ്ക്രീൻ വിസിബിൾ അല്ലേ സുനിറ മാം? വിസിബിൾ ആണ്. ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് ഒരു ഗെയിമിലേക്കാണ്. അപ്പൊ നിങ്ങൾ ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ്, ഇന്റഗ്രേറ്റ് എന്നുള്ള ഒരു തീമോട് കൂടിയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയാം. ഒന്നുകൂടെ അക്ഷര മാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു മോഡിൽ തന്നെ നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മളൊരു കുറച്ച് പഴയ നമ്മൾ അധികം ഇവിടെ കാണുന്നത് 90s 80s അതിന്റെ താഴെയൊക്കെയുള്ള കുട്ടികളൊക്കെയാണ് അല്ലെ? ആ കിഡ്സിനെയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് മൂവീസിന്റെ ഡയലോഗ്സ് നമ്മളിവിടെ കാണിക്കും.
അറിയാം എല്ലാവർക്കും ചിലപ്പോൾ നല്ല പരിചയമുള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ മിക്സ് ചെയ്തിട്ടുള്ളതാണ്, ആരെയും ഞങ്ങൾ വിട്ടുപോയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മള് 90 കിഡ്സ് 80 കിഡ്സ് എന്നൊക്കെ പറയുന്നില്ലേ, അപ്പൊ ആരെയും വിട്ടുപോകാത്ത വിധം മിക്സ് ചെയ്തിട്ട് കുറച്ച് മൂവി ഡയലോഗ്സ് നമ്മളിവിടെ കാണിക്കും. അത് ഏത് മൂവിയാണ് ഏത് ക്യാരക്ടർ ആണെന്നും കൂടെ പറയാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഗെയിം. സോ ഓക്കെ, ആരാണ് ഫസ്റ്റ് പറയുന്നത് നോക്കാം. ഇതാണോ മൈ ഫോൺ നമ്പർ ആണോ? ഞാൻ പറയാം. രാജാവിന്റെ ആ, രാജാവിന്റെ മകൻ. ആരോ അവിടെ പറഞ്ഞു രാജാവിന്റെ മകൻ എന്ന് ആരോ പറയുന്നത് കേട്ടു. ബാക്കി ഞാനാ പറഞ്ഞത്. ഓക്കെ, രാജാവിന്റെ മകൻ. ക്യാരക്ടറിന്റെ പേര് വിൻസെന്റ് ഗോമസ് 2255. മൈ ഫോൺ നമ്പർ ഈസ്. ഓക്കെ. ഓക്കെ, അപ്പൊ വേറെ ആർക്കെങ്കിലും ഇനി പറയാണ്ടോ? സെയിം. ഇതാ അദ്ദേഹത്തിന് കൊടുത്തേക്ക് പോയിന്റ്. ഓക്കെ, വേറൊന്നും അതല്ലാന്നൊന്നും തോന്നുന്നില്ല. രാജാവിന്റെ മകൻ തന്നെ. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്നാൽ. അക്ഷര മാം. ഓക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും ഹരികുമാർ ആണല്ലേ പറഞ്ഞത് ഫസ്റ്റ്? ഓക്കെ. ഓക്കെ, കൊള്ളാം. അപ്പൊ ഇതില് നമുക്ക് ചാറ്റ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ഇനേബിൾ ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒന്ന് എൻകറേജ് ചെയ്യാനൊക്കെ പറ്റും. ചാറ്റ് ഡിസേബിൾ ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാവരും ഒന്ന് എൻകറേജ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. കുമ്പളങ്ങി നൈറ്റ്സ്. അതാരാ പറഞ്ഞത്? ഞാൻ. കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ് ആരൊക്കെ പറഞ്ഞു? ഇവിടെ സ്ത്രീ കുമ്പളങ്ങി ശബ്ദം നൈറ്റ്സ് കേൾക്കുന്നില്ല ഷമ്മി. കേട്ടോ. ഇവിടെ ഫുള്ള് മെൻ പവർ ആണല്ലോ. ഓക്കെ, കുമ്പളങ്ങി നൈറ്റ്സ് ഷമ്മിയാണ് പറയുന്നത്. കുമ്പളങ്ങി നൈറ്റ്സ്. ഓക്കെ, ആരോ പറഞ്ഞു രാജിനി. ഞാൻ. ഓക്കെ. ഓക്കെ, അപ്പൊ എന്നാ നോക്കാം. അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ ആരായിരുന്നു? സൂരജാന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ സൂരജിന്റെ ആൻസർ അതെ നോക്കാം എനിക്ക് നമുക്ക്. തന്നെ പോയിന്റ്. രാമ. എനിക്ക് തന്നെ പോയിന്റ്. ഓക്കെ, അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ജനറേഷൻ ആണെന്ന് തോന്നുന്നു അല്ലെ? യാ. നമ്മുടെ ആണോ എന്ന്. ഓക്കെ, ചൂടോടെ അടുത്തതിലേക്ക് കടക്കാം. അടുത്ത നടക്കാം. യോധ. യോധ. അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ. വരട്ടെ കൊറേ വരുന്നുണ്ടല്ലോ. അരശിമൂട്ടിൽ അപ്പുക്കുട്ടൻ എന്നാണ് പറയുന്നത്. അപ്പൊ കലങ്ങിയില്ലാന്ന് കണ്ടാൽ തന്നെ അറിയാം അല്ലെ? നമുക്കത് കലങ്ങിയോന്നൊന്ന് നോക്കാം. അക്ഷര മാം. അത് നമ്മളാരോ ആണ്. രാജിനി അല്ലെ? രാജിനിയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് പറഞ്ഞത്. രജനി. ഓക്കെ, രജനി. ഓക്കെ, യോധ തന്നെ. കൺഫ്യൂഷൻ ഒന്നുമില്ല. അത് പിന്നെ ആർക്കും കൺഫ്യൂഷൻ ഇല്ല അല്ലെ? ഇതിന്റെ സമ്മാനം സോ നെക്സ്റ്റ്. നമുക്ക് കിട്ടൂലല്ലേ? സമ്മാനം ഇതിലെ പാർസൽ ചെയ്യും. സമ്മാനം നമ്മള് ഇതിലെ സമ്മാനം നമ്മളെ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്ക് ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഓറിയന്റേഷൻ സെഷൻ 9.0 നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഓരോ ബാച്ചിന്റെയും. അപ്പോൾ നമുക്ക് കുറെ സെഷൻസ് ഉണ്ട്. എല്ലാത്തിലും നല്ല ആക്റ്റീവായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. അപ്പോൾ നമ്മൾ അതിൽ സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ്. വടക്ക് നോക്കിയന്ത്രം. ക്യാരക്ടർ പേരുണ്ടോ? ക്യാരക്ടറിന് പേരില്ല. ഓക്കെ. അപ്പൊ ഇസ്മയിൽ ഇങ്ങനെ കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, അതാരാ പറഞ്ഞത്? വടക്ക് നോക്കി യന്ത്രം ഫസ്റ്റ് ആരാ പറഞ്ഞത്? റോഷ്ന. ഓക്കെ, അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. വടക്ക് നോക്കി യന്ത്രം തന്നെയാണ് നെക്സ്റ്റ്. നാടോടിക്കാറ്റ്. നാടോടിക്കാറ്റ് തന്നെയാണോ? ദാസനും അതിന്റെ വേറെ വിജയനും. ഏതെങ്കിലും സീനാണോ? നാടോടിക്കാറ്റ് തന്നെ. ഉറപ്പാണ്. ഓക്കെ, ഇത് ഇവിടെ ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അതെന്താ അങ്ങനെ? ആർക്കും ഒരു ഡൗട്ടും ഇല്ല. പെട്ടെന്നാണ് ആൻസർ. എല്ലാരും ഫോക്കസ്ഡ്. എല്ലാം ഫോക്കസ്ഡ് ആണല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ്. രാവണപ്രഭു. അതാരാ പറഞ്ഞത്? ഗണേഷ് ഹരികുമാർ. ഓക്കെ, അപ്പൊ എന്താ ക്യാരക്ടർ എന്താ പറഞ്ഞേ? ക്യാരക്ടർ ഞാൻ കേട്ടില്ല. ജയരാഘവന്റെ ക്യാരക്ടർ.
ഓക്കെ ഓക്കെ രാവണപ്രഭു തന്നെ. ഓക്കെ, അപ്പൊ അടുത്തയിലേക്ക് പോവാം. ഇത് രാജമാണിക്യം. രാജമാണിക്യം. ഇതൊന്നും പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല അല്ലെ. ഇനി അങ്ങോട്ടേക്ക് കളിക്കണം. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര രീതിയിൽ എല്ലാവർക്കും സിനിമയെ പറ്റി നല്ല നോളജ് ഉള്ള ആൾക്കാരാ തോന്നുന്നു. ഇപ്പൊ നമ്മള് വെറുതെ ചോദിക്കുമ്പോൾ എല്ലാരും ആൻസർ കിട്ടുവാണ്. അതെ, എല്ലാരും പുലിയാൻ തോന്നുന്നുണ്ട് ഈ കാര്യത്തില്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇനി അടുത്ത ഗെയിം കുറച്ചുകൂടെ ടഫായിട്ട് കൊടുക്കേണ്ടി വരും തോന്നുന്നു അല്ലെ. കുറച്ച് ടഫ് സബ്ജക്ട് നമുക്ക് വേണം തോന്നുന്നു. ഓക്കെ, ഇത് നോക്കാം. തലേണ മന്ത്രം. ഓക്കെ, തലേണ മന്ത്രം. ക്യാരക്ടറോ? ശ്രീനിവാസൻ. തലേണ മന്ത്രം ക്യാരക്ടർ. അല്ല, ശ്രീനിവാസന്റെ പേരോ? ഇത് അല്ല, തലേണ മന്ത്രം ക്യാരക്ടർ വിജയേട്ടനോ? ചേട്ടനല്ല. ആരെങ്കിലും ഒക്കെ പറയും, നോക്കാലോ. ദിനേശൻ. ഉറപ്പാ? അപ്പൊ പോരട്ടെ. അപ്പൊ കൊറേ ഉണ്ട്. സുകുമാരൻ. ആര്? സുകുമാരൻ. അതാണ് കറക്റ്റ്. ഓക്കെ, തലേണ മന്ത്രത്തില് സുഖുവേട്ടന്റെ ഡയലോഗാണ്. ഓക്കെ, നെക്സ്റ്റ്. കഴിഞ്ഞോ അക്ഷര മാം? കഴിഞ്ഞോ? ഓക്കെ അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഗെയിം ഒക്കെ കഴിഞ്ഞല്ലേ മാം? സുനീറ മാം, ഇവര് ഈ അതെ മേഖലയിൽ ഒരു വൻ ടീമാന്ന് തോന്നുന്നു. ഓക്കെ, എന്ന് വിചാരിച്ച അത്ര ശാസ്ത്രമായിട്ട് വരരുത്. എങ്ങനെ? സയൻസ് റിലേറ്റഡ് ആയിട്ട് ഇനി അടുത്ത ഗെയിം എടുക്കരുത്. ഞാനതല്ല പറഞ്ഞ ഷഫായിട്ടുള്ള ശാസ്ത്രമായിട്ട് അടുത്ത പ്രാവശ്യം വരരുതെന്ന് പറഞ്ഞ ഇതിന്റെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ടഫ് ആയിട്ടുള്ളത് വെച്ച് നമ്മള് വരുള്ളൂ. ഇത് ശരിയാവില്ലല്ലോ. ഇത് നമുക്ക് റോളില്ലാണ്ടായില്ലേ. ഓക്കെ എന്നാ ഇനി അടുത്ത ആരാ വരുന്നത്? പരിചയപ്പെടുത്താൻ ആരാ വരുന്നത്? ഹലോ മാം. പറഞ്ഞോളൂ രജനി. ഞാൻ രജനി, ട്രിവാൻഡ്രത്ത് നിന്നാണ്. ട്രിവാൻഡ്രത്ത് കരമനയാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഒരു ട്യൂട്ടറാണ്, പ്രൈവറ്റ് ട്യൂട്ടറാണ് കൊമേഴ്സിലെ. ഞാൻ PG കൊമേഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോ ഇപ്പോ എന്റെ മകൾ LLB ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്താൽ നന്നായിരിക്കുമെന്ന് കരുതി. കാരണം കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ ഒരു പാഷനാണ് ഈ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ സൈക്കോളജി എന്താണ് എന്ന് അറിയാത്ത പ്രായത്തിൽ കൂടിയിട്ടും എനിക്കിതൊരു ആൾക്കാരുടെ മനസ്സിനെ കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യാൻ ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. അപ്പോൾ ബൈ ബർത്തിലെ അത് ബ്ലഡിൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ ഒരു അവസരത്തിലാണ് എനിക്ക് എന്താ പറയുക, ഇങ്ങനെ പഠിക്കണം, അത് റെക്കോർഡിക്കലി ചെയ്യണം എന്നൊരു താല്പര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഇപ്പോ എടുക്കാമെന്ന് കരുതിയത്. അടിപൊളി. അപ്പൊ ചെറുപ്പത്തിലേയുള്ള ആഗ്രഹമാണല്ലേ? എന്നിട്ട് സൈക്കോളജിന്റെ എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കിയോ? നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളോ? ഞാൻ ഇൻട്രൊഡക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ മോള് പഠിച്ച ഒരു സ്കൂളിലെ PTA പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ഒത്തിരി കുട്ടികളുടെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കും സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ബേസിക്കലി എനിക്ക് സൈക്കോളജി ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഒരാളുടെ മൈൻഡ് എന്താണ്, അയാൾ എന്ത് ചിന്തിക്കും, എങ്ങനെ നമ്മൾ അവിടെ അയാളെ എങ്ങനെ പാമ്പർ ചെയ്യണം, കൊണ്ടുപോകണം എന്നൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് ഞാനല്ല മറ്റുള്ളവർ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ചോദിക്കുമ്പോൾ വിചാരിച്ചു ഇതിങ്ങനെ ചെയ്യാം എന്ന് കരുതി. അടിപൊളി. ഓക്കെ, അപ്പൊ അത് ഒഫീഷ്യലി നമുക്ക് അങ്ങോട്ട് പ്രൂവ് ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ. ഓക്കെ, ഒരു 2 വർഷം കൊണ്ട് നമുക്ക് അത് ഒഫീഷ്യലി തന്നെ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ ഓൾ ദി ബെസ്റ്റ് രജനി. നെക്സ്റ്റ് ആരാണ് വരുന്നത്? ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ ബിന്ദു. എൻ്റെ പേര് ബിന്ദു. ഞാൻ SBIയിൽ വർക്ക് ചെയ്യുന്നു 16 വർഷമായിട്ട്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. ഞാൻ MCOMന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് SBIയിൽ 2009 ജോലി കിട്ടിയത്. അപ്പോൾ
ഞാൻ ശരിക്കും പറഞ്ഞാൽ ബികോം എംകോം ഒന്നും എടുക്കുമെന്ന് വിചാരിച്ച ആളല്ല. ഞാൻ ശരിക്കും എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നൊക്കെ വിചാരിച്ച് ഒരു വർഷം അങ്ങനെ എൻട്രൻസ് കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ കളഞ്ഞ് അവസാനം അമ്മ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്നെ ലോൺ എടുത്തൊന്നും പഠിപ്പിക്കാൻ പറ്റൂല, ഗവൺമെന്റ് സീറ്റ് കിട്ടുവാണെങ്കിൽ മാത്രമേ പഠിപ്പിക്കാൻ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അത്രയും ഞാൻ അത്രയും ആഗ്രഹം മാത്രം പോരല്ലോ, നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ കൂടെ വേണമല്ലോ. ആ സമയത്ത് ആഗ്രഹം അത് ശരിക്കും എനിക്കുള്ള ആഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അന്നൊരു വ്യക്തമായിട്ടുള്ള ധാരണയൊന്നും ഇല്ലായിരുന്നു എന്ത് പഠിക്കണം, അങ്ങനെ ഒന്നും ഒരു ധാരണയില്ലാതെ ബാക്കി കൂട്ടുകാർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, അപ്പൊ എനിക്കും പഠിക്കണം അങ്ങനെയുള്ളൊരു തോന്നലായിരിക്കണം. അങ്ങനെ അന്ന് എനിക്ക് പറ്റിയില്ല. എഞ്ചിനീയറിംഗ് ചേരാൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞു പോയി ബികോമിന് പഠിക്കാൻ. അപ്പൊ ഞാൻ മനസ്സോടെ ബികോം പഠിച്ചു. ഞാൻ പഠിച്ചിട്ടില്ലാത്ത വിഷയമായിരുന്നു കൊമേഴ്സ്. പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു. ബികോമിന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തുടങ്ങിയ ഒരു ലക്ഷ്യം മാത്രമേ, അതിന് എത്രയും പെട്ടെന്ന് ജോലി മേടിക്കണം. അങ്ങനെ അന്ന് മുതൽ അതിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. ബാങ്ക് ടെസ്റ്റിന്റെ കോച്ചിങ്ങിന് ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ പഠിക്കാൻ തുടങ്ങി. എംകോമിന് ഒരു 3 സെമസ്റ്റർ ആയപ്പോൾ എനിക്ക് ജോലി കിട്ടി. അപ്പൊ എംകോം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ബാങ്കിലിരുന്ന് MBA ഫിനാൻസ് HR ചെയ്തു. പക്ഷെ 12 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ അതിന്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചത്. MG യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസാണ് ചെയ്തത്. പക്ഷെ ഈ കുറെ നാളുകൊണ്ട് എനിക്കും അതുപോലെ ഞങ്ങളുടെ ബാങ്കിലുള്ള മറ്റു സ്റ്റാഫുകളും കൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെസ് നമ്മൾ എന്നും കാണുന്നതാണ്, അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ. അതൊക്കെ കണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ ഇനിയും ഭാവിയിൽ കുറച്ചും കൂടെ എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരുന്നത് സൈക്കോളജിയിലാണെന്ന് ഒരു തോന്നൽ വന്നു. ഹലോ കേക്കാം പറഞ്ഞോളൂ ഒരു കേൾക്കുവാണ്. റെസ്പോൺസും വരുന്നില്ല. ഞാൻ വിചാരിച്ചു അല്ല, ഇല്ല സൈക്കോളജിക്ക് ഇനിയും കൂടുതൽ പറഞ്ഞോണ്ടിരുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നൊരു തോന്നല് എനിക്കൊരു 3-4 വർഷം കൊണ്ട് തോന്നുന്നുണ്ട്. പഠിക്കണമെന്ന്. കാര്യം ആളുകൾക്ക് ഇപ്പം പിന്നെ ശരീരത്തിനുള്ള അസുഖത്തിനെക്കാട്ടി കൂടുതലും മനസ്സിനാണ് അസുഖം വരുന്നത്. ആളുകൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് മാനസികമായിട്ടാണ്. അപ്പൊ എനിക്കും പിന്നെ വളരെ ഒത്തിരി ശരിയാണ്. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് എനിക്കും മനസ്സിന് കുറെ വിഷമങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് എന്റെ പല അസുഖങ്ങളുടെയും പുറകില് ചിലത് മനസ്സിന്റെയും കൂടെ ഒരു വിഷമം കൊണ്ടാണ് ശരീരത്തിന് അസുഖം വരുന്നതെന്നൊക്കെയുള്ള ഒരു തോന്നൽ. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അങ്ങനെ ഞാൻ കുറെ വായിച്ചു. സ്വയം പോർട്ടലിൽ കൂടെ ഞാൻ സൈക്കോളജിയുടെ കുറച്ചൊക്കെ ഇൻട്രൊഡക്ഷൻ സൈക്കോളജി സ്വയം പോർട്ടലിൽ കൂടെ രജിസ്റ്റർ ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഈ പ്രാവശ്യം എന്റെ ബാങ്കിലെ ഒരു സ്റ്റാഫാണ് പറഞ്ഞത് ഇതുപോലെ ലേൺ വൈസ് ഉണ്ട്, അങ്ങനെ ചേരാന്ന് വെച്ചു. ഓക്കെ അപ്പൊ ഇതും നേരെ ക്ലിനിക്കൽ പറഞ്ഞതുപോലെ ഇൻട്രസ്റ്റിന്റെ സൈക്കോളജിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. അത് ശരി. SBI ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? 16 വർഷം. 16 വർഷത്തെ ചെറുതല്ല, വലിയൊരു അല്ലെ, അത് വലിയൊരു കാര്യം. അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്നിട്ടാണ് ഈ വഴിയിലേക്ക് വരുന്നത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റട്ടെ. ഓക്കെ, നെക്സ്റ്റ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഫൗസിയ. എൻ്റെ പേര് ഫൗസിയ. ഞാൻ തൃശ്ശൂരാണ് സ്ഥലം, പിന്നെ പഴയന്നൂർ എന്നാണ് പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ്. ഞാനൊരു കോച്ചിങ് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ PSC കോച്ചിങ് ഉണ്ട്, പിന്നെ KTET ഉണ്ട്, ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പൊ അവിടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എനിക്ക് ഡീൽ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് പഠിപ്പിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റഡ് ആയി. പിന്നെ ഫാമിലിയിൽ റിലേറ്റീവ്സിലായിട്ട് 2-3 പേർക്ക് കൗൺസിലിംഗ് ഒക്കെ ആയി വേണ്ട വന്ന സമയത്ത് ഞാനാണ് ഇവരെയൊക്കെ കൊണ്ടുപോയിരുന്നത്. അങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം എനിക്കിത് ആവശ്യം എന്നതിലുപരി ഒരു അത്യാവശ്യമായിട്ട് മാറി. അങ്ങനെയാണ് എനിക്ക് സൈക്കോളജി പഠിക്കണം, MA സൈക്കോളജി പഠിച്ചേ പറ്റൂന്ന് തോന്നിയിട്ട് ഞാൻ ഇതിലേക്ക് വന്നത്. ഓക്കെ, അത് ശരി. ഓക്കെ അപ്പൊ പ്രൊഫഷൻ ഒന്നുകൂടെ ഗ്രോ ചെയ്യണം അല്ലേ? ഈ വഴിയിലൂടെ തന്നെ ഗ്രോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, താങ്ക് യു ഫൗസിയ. ഓക്കെ, ഇനി അടുത്തതാരാ? ഇവിടെ ഓരോരുത്തരും ഓരോരുത്തരുടെ അവരുടെ വന്ന വഴിയും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളും ഒക്കെ പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് തന്നെയാണ്. എല്ലാവർക്കും ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെ എത്തിപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ പറ്റും, ലക്ഷ്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്കും ഒരു വഴിയായിട്ടും ഒക്കെ സ്വീകരിക്കാവുന്നതാണ്. അപ്പോ ഇനി ആരാണ് അടുത്തത്? നെക്സ്റ്റ് ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. എൻ്റെ പേര് ഉഷ്ണ, സ്ഥലം തൃശ്ശൂരാണ്. ഞാനിപ്പോ കറന്റ് ഉള്ളത് അബുദാബിയിലാണ്. ഇപ്പൊ ഷിഫ്റ്റ് ആയിട്ടുള്ളൂ.
ഞാന് എടുക്കാനുള്ള കാരണം ഞാനിപ്പോ ജോബിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഒരു 6 മന്ത്സിന് മേലെ. അപ്പൊ വേറൊരു PG കൂടി എടുക്കാം എന്നൊരു ധാരണ വന്നപ്പോഴാണ് MA സൈക്കോളജി എടുക്കാന്നുള്ളത്. എന്റെ കസിൻ അല്ല എന്റെ നാത്തൂനാണ് ഇത് പറഞ്ഞത് ഈ ബാപ്പിനെ കുറിച്ചും കുഴപ്പമില്ല കുഴപ്പമില്ല, കാര്യങ്ങളെ വാവയുണ്ടല്ലേ. കുറിച്ച് പറഞ്ഞത്. പിന്നെ സൈക്കോളജിയുടെ കാര്യം കഴിഞ്ഞാൽ ഒന്ന് ടു ബെറ്റർ നമ്മൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞപ്പോ മനസ്സിലായത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കളയല്ലാന്ന്. അപ്പൊ കുറച്ചും കൂടി നമ്മളെ തന്നെ മനസ്സിലാക്കാനും പിന്നെ വേറെ ഒരു PG ആ ഒരു മൈൻഡിലാണ് എടുക്കുന്നത്. ഓക്കെ ഓക്കെ, ഗുഡ്. അതുപോലെ നമ്മളൊരു കുഞ്ഞു വാവയൊക്കെ ഉണ്ട് റോഷനന്റെ കയ്യിൽ. ഈ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ നമുക്കിപ്പോ നിങ്ങളുടെ MA സൈക്കോളജിയിൽ അതൊക്കെ ഭയങ്കര ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാൻ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഓരോ പേപ്പേഴ്സ് ഒക്കെയാണ് അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ ഇന്റലിജൻസ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് തോന്നുകയും ചെയ്യും. സോ നെക്സ്റ്റ് ആരാണ്? ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ഈവനിങ് ആ വിജി, മാഡം ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സുമിത. ഞാൻ എറണാകുളത്ത് നിന്നാണ്. ഞാൻ ഒന്ന് വീഡിയോ ഓൺ ആക്കാമോ? മാഡം ഞാൻ എറണാകുളത്ത് നിന്നാണ്. ഞാൻ ഹൗസ് വൈഫാണ്. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ 95-ലാണ് കഴിഞ്ഞത്. അതിനുശേഷം കുറച്ച് നാൾ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് നാള് പിന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്ത് എന്നിട്ട് ഞാൻ അവിടെ ഒരു കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ വർക്ക് ചെയ്തിരുന്നുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അവരുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജോലിക്കൊന്നും പോയില്ല. പിന്നെ ട്യൂഷൻ എടുക്കുമായിരുന്നു വീട്ടില്. ഇപ്പൊ ഒരു 3 വർഷമായിട്ട് ട്യൂഷനൊക്കെ നിർത്തി. ഇപ്പൊ കുട്ടികളൊക്കെ വലുതായി. 2 ആൺകുട്ടികളാണ്. 2 പേരും. മൂത്താള് ജോലിയായി എഞ്ചിനീയറാണ്. ഇളയമോൻ ഡിഗ്രിക്ക് പഠിക്കണം. അപ്പൊ ഇപ്പൊ അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഒക്കെ. അപ്പൊ എനിക്ക് PG ചെയ്യണം എന്ന് എനിക്ക് നേരത്തെ ആഗ്രഹമുണ്ട്. എന്നാലും എനിക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായില്ല. വീട്ടില് കുറെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. എന്നാലും ഞാനിപ്പോ എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ ഞാൻ ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്ത് പഠിക്കാന്ന് കരുതി. അപ്പൊ എൻ്റെ ഒരു നെയ്ബറിന്റെ അനിയത്തി ലേൺ വൈസിൽ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി പഠിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി എനിക്ക് ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുത്ത് എന്തായാലും ഞാനിത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു ദൃഢ പിള്ളേരൊക്കെ ഒരു ഭാഗത്ത് സെറ്റിൽ ആക്കിയിട്ടുണ്ടല്ലേ? പിള്ളേരൊക്കെ ഒരു ഭാഗത്ത് പിള്ളേരെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. പിള്ളേരുടെ പുറകെ ഒരുപാട് എനിക്ക് കൂടുതൽ ഞാൻ അവരുടെ പുറകെ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു മൈൻഡുള്ള ആളാണ് ഞാൻ. കുട്ടികളുടെ പുറകെ ആയിരുന്നു പറയുന്നത്. ഇപ്പൊ അവരൊക്കെ സെറ്റായി, കുഴപ്പമൊന്നുമില്ല. അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. ഹസ്ബൻഡും നമ്മളെ സപ്പോർട്ടീവാണ്. അങ്ങനെ അടിപൊളി. ഓക്കെ, അപ്പൊ ഇനി നമ്മളെ കരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. അതെ മാഡം. എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഈ ഒരു ആവേശം ഇനി അങ്ങോട്ടും പോട്ടെ, മുന്നോട്ടേക്കും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു പ്രോഗ്രാംസ് വരുമ്പോഴായാലും ഈ പഠനത്തിന്റെ കാര്യങ്ങളിലായാലും ഈ ഒരു ആക്റ്റീവോട് കൂടെ തന്നെ മുന്നോട്ട് പോവുക. എല്ലാം വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും. ഓക്കെ, സോ ഇനി അടുത്ത ആളാണ്? ഓക്കെ. ഹലോ ആ, ഹലോ, എൻ്റെ പേര് വിജി വിജി എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണു. പിന്നെ ഇതിനോട് നല്ല പാഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ എടുത്തതാണ്. കസിൻ ഇതിന്റെ പിന്നാലെ ചെയ്യുന്നുണ്ട്. ചേച്ചി ഇപ്പോൾ 2nd ഇയർ കഴിഞ്ഞു, എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ മൂപ്പയുടെ ഇൻസ്പിറേഷൻ ഒക്കെയാണ് എടുക്കാൻ തന്നെ കാരണം. പറഞ്ഞോ കേൾക്കാം. പിന്നെ വീട്ടിലെ മകനൊരാളുള്ളത് +1 പഠിക്കുന്നു. പിന്നെ ഹസ്ബൻഡും ടീച്ചിങ് പ്രൊഫഷൻ തന്നെയാണ്. ഓ, അത് ശരി. ഓക്കെ, അപ്പൊ ടീച്ചിങ്ങിലുള്ള ഒരു ഡെവലപ്മെന്റ് കൂടെയാണല്ലേ? അതെ 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 ഓക്കെ. അത് നമുക്ക് സ്കൂളിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഉപകാരപ്രദമാവുമല്ലോ വെച്ചിട്ട് എടുത്തതാണ്. ഓൾറെഡി ഞാൻ MSc മാത്സ് ആണ്. അയ്യോ, മാത്സ് ആണല്ലേ? പിള്ളേരുടെ ഒക്കെ പേടി സ്വപ്നമായിരിക്കുമല്ലോ.
ആ അതെ, സ്കൂളിൽ മാത്സ് ടീച്ചറാണ്. പേടിയൊന്നുമില്ല, കമ്പനിയാണ് എല്ലാവരെയായിട്ടും. ആണല്ലേ? അതെ അതെ, ഓക്കെ, അല്ല ചുമ്മാ പേടിക്കണ വെറുതെ പറഞ്ഞതാണ്. നമുക്ക് പൊതുവെ മാത്സ് എന്ന് പറയുമ്പോ അയ്യോ മാത്സോ ഒരു സാധനം ഉണ്ടാവല്ലോ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമ്മളെല്ലാവർക്കും ഇവിടെ നമ്മൾ ഇല്ല, വരുന്ന കുഴപ്പമില്ല. സമയത്ത് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ചോദിക്കാട്ടോ, അല്ലേ? ആ, നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഡൗട്ട് സമയത്തൊക്കെ. ഞാൻ UP സെക്ഷനാണ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10 വർഷമായി PG കഴിഞ്ഞിട്ട്. ആഹാ. അത് ശരി. ഓ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു വിജി. ദെൻ നെക്സ്റ്റ് ആരാണ്? ഞാൻ ഓക്കെ താങ്ക് യു. ഹായ് ഹായ്, അനുരാഗി. ഹായ് ഞാൻ സംസാരിക്കട്ടെ. ഓ സംസാരിച്ചോ? ഓ വീഡിയോ. ഓക്കെ. എൻ്റെ പേര് ആലിയ എന്നാണ്, ആലിയ ഷെർ. ഇപ്പം സ്ഥലം കോഴിക്കോട് കൊയിലാണ്ടി അടുത്ത. BSc ഒപ്റ്റോമെട്രി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ സൈക്കോളജി എന്തിനു ചൂസ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് സൈക്കോളജി പഠിക്കാനായിട്ട്. പക്ഷെങ്കിൽ എന്താ പറയാ, അന്നപ്പോ ഒന്നും ഒരു സ്റ്റാൻഡിൽ നിന്നിട്ട് എനിക്കിത് വേണം, ഇന്ന കോഴ്സ് പഠിക്കണം എന്നും പറയാനൊരു ഇതില്ലായിരുന്നു. അടുത്ത് എന്നുള്ളതൊക്കെ കൊണ്ട് ഒപ്റ്റോമെട്രി ചൂസ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല ഒപ്റ്റോമെട്രി. പക്ഷെ ഇപ്പം നമ്മളൊരു വർക്കൊക്കെ ചെയ്ത് ഫിനാൻഷ്യലി കുറച്ചുകൂടി ഇതായപ്പം തോന്നി ഇനി എനിക്ക് ഇഷ്ടമുള്ള പഠിക്കാം. പിന്നെ അങ്ങനെയാണ് സൈക്കോളജിയിലേക്ക് വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ സൈക്കോളജിനെ പറ്റി ഒരുപാട് അറിയോ ഒന്നുമില്ല. ഇവിടെ വരുന്നു, ഇഷ്ടമുണ്ട്. പിന്നെ ഞാൻ കുറച്ചൊരു ഒബ്സർവ് ചെയ്യുക, അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ എനിക്കിങ്ങനെ ലിസൺ ചെയ്യാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ഇഷ്ടമാണ്, അതെനിക്കറിയാം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എനിക്കൊരു സൈക്കോളജി പഠിക്കണം, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ജോയിൻ ചെയ്തത്. എന്താവും അറിയില്ല, ശ്രമിച്ചു നോക്കാം. ഓക്കെ, അതിലൊരു ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ഇഷ്ടം മതി. പ്രത്യേകിച്ച് സൈക്കോളജി. അതെനിക്ക് കറക്റ്റ് അറിയാം. എനിക്ക് സൈക്കോളജിനോട് ഇഷ്ടമുണ്ട്. ഞാൻ പണ്ടേ നമ്മളിങ്ങനത്തെ സൈക്കോളജിസ്റ്റ് പറയുന്ന ക്ലാസ് കേൾക്കാൻ അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു അവസരം ഒത്തു വന്നു, എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ട് നമുക്ക് മുമ്പിൽ ഇത്രയും അവസരം ഉള്ളപ്പോ അതൊന്ന് ചൂസ് ചെയ്യണം, അതൊന്ന് ഉപയോഗപ്പെടുത്തണം എന്ന് തോന്നി. ഇത്രയും. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ആ ഇഷ്ടം കൂടട്ടെ ഇനി അങ്ങോട്ടും. ആ ഇഷ്ടം മതി നമ്മള് സൈക്കോളജി ഈസ് ഓൾവേസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. അത് നമ്മൾ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് ബൈഹേർട്ട് ചെയ്യലും അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുക അതൊന്നും അല്ലല്ലോ സൈക്കോളജി. ഇഷ്ടത്തോടെ അതിനെ സമീപിക്കുക, ഇഷ്ടത്തോടെ അത് മനസ്സിലാക്കി എടുക്കുക, താല്പര്യത്തോടു കൂടെ നോക്കിക്കാണുക, അത്രയൊക്കെ ഉള്ളൂ സൈക്കോളജി ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആരാണ്? ഹലോ, ഗുഡ് ഈവനിങ് മാം. ഞാൻ ഗുഡ് ഈവനിങ്. ഗീത ഫ്രം കണ്ണൂർ. ഓക്കെ, എന്തു പറ്റി, വയ്യേ? പനിയാണ്, അതുകൊണ്ടാണ് വീഡിയോ ഓണാക്കാത്ത. കുഴപ്പമില്ല കുഴപ്പമില്ല, പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി MA ഇംഗ്ലീഷും മലയാളം എടുത്ത ആളാണ്. എങ്കിലും സൈക്കോളജി എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഒരു പാഷനുള്ളിൽ ഉണ്ടായിരുന്നു പണ്ട് മുതലേ. അതിനുവേണ്ടി കുറേ ശ്രമങ്ങൾ നടത്തി. അപ്പൊ മക്കളെ ഒരു വഴിക്കാക്കുന്നവരെ ആവില്ലാന്ന് തോന്നിയത് കൊണ്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്തതാണ്. ഇപ്പൊ മകളുടെ കല്യാണം കഴിഞ്ഞ് അവൾ ചെറിയ ജോലിയായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ മകൻ MBBS കഴിഞ്ഞ് ഡോക്ടറാണ്. അപ്പൊ ഇപ്പൊ അവരെല്ലാം നല്ല സപ്പോർട്ടും ആഗ്രഹം പറഞ്ഞപ്പോ അതുകൊണ്ട് ജോയിൻ ചെയ്ത്. ഓക്കെ, ആയിക്കോട്ടെ. ഓ വയ്യാൻ തോന്നുന്നു, എന്തായാലും റെസ്റ്റ് എടുക്കട്ടോ, നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത സെഷൻസിൽ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കാണാം. ഗീത, താങ്ക് യു. എന്തായാലും വയ്യാണ്ടിരുന്നിട്ടും സംസാരിക്കാൻ വന്നല്ലോ, താങ്ക് യു സോ മച്ച്. സോ ഇനി ആരാണ് അടുത്തത്? ആരാണ്? കുറെ പേരൊക്കെ ഉണ്ടല്ലോ, ഇനിയും പറയാൻ ബാക്കിയുണ്ടല്ലോ. ഈവനിങ് ഗീതു. ഗുഡ് ഈവനിങ് ആൾസ്. എന്റെ പേര് ഗീതു, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാൻ ഒരു വർഷം മുൻപ് വരെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പം ആ ഒരു ഇതിനോട് ചൈൽഡ് സൈക്കോളജി പഠിച്ചപ്പോൾ ഒരു ആഗ്രഹം തോന്നി, അത് കണ്ടിന്യൂഷൻ പഠിക്കണമെന്ന്. അങ്ങനെ സൈക്കോളജി എടുത്തതാണ് എന്നെ. ആഹാ, അത് ശരി. ചൈൽഡ് ആണല്ലേ മെയിൻ ഫോക്കസ്? ചൈൽഡ്. അതെ. ഓക്കെ, വീട് എവിടെയാന്ന് പറഞ്ഞേ? വീട് ട്രിവാൻഡ്രം, പ്രോപ്പർ വർക്കല. ഓ അത് ശരി. ഓക്കെ താങ്ക് യു. ദെൻ ഇനി ആരാണ്?
ഹലോ അനുരാഗി അല്ലെ, നേരത്തെ ഒരു അതെ അതെ, പ്രാവശ്യം. ഗുഡ് ഈവനിങ് ഓൾ. അനുരാഗിയാണ്. ഞാനിപ്പോ താമസിക്കുന്നത് ഹൈദരാബാദാണ്. വർക്ക് ചെയ്യുന്നത് ആക്ച്വലി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് മൂവിയിലും ആഡ് ഫിലിംസിലും വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം ഒരു വർഷത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് എന്റെ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നതിനോടൊപ്പം എനിക്ക് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം എല്ലാരും പറഞ്ഞു കേട്ടതുപോലെ പലപ്പോഴും സൈക്കോളജി പഠിക്കണം എന്ന് ഓർത്തിട്ട് ജോലി തിരക്കുകൾ കൊണ്ടോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പുഷ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതിന് വേണ്ടി ഒരു വർഷം എടുത്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിന്റെ കൂടെ ഒരു മണിക്കൂർ ചെലവഴിച്ചു കഴിഞ്ഞാല് 2 വർഷം കൊണ്ട് ഒരു സൈക്കോളജി കോഴ്സ് ഫിനിഷ് ചെയ്യാം എന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടാണ് ഈ കോഴ്സ് എടുത്തേക്കുന്നത്. ഇത് എത്ര ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് പഠിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് ഈ സബ്ജക്ട്. അതുകൊണ്ടാണ് എടുത്തത്. മോർ ദാൻ ഒരു MA എടുക്കുന്നതിനെക്കാട്ടിയും ആ ഒരു എന്താ പറയാ, അതിനോടുള്ള ഒരു ഇഷ്ടം, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു അനുരാഗി. താങ്ക് യു. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, നമുക്ക് ആവശ്യമുണ്ട് അല്ലെ അക്ഷര മാം? മുന്നോട്ടുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമുണ്ടല്ലേ? പല സെഷൻസിലും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ആരാണ് അടുത്തത്? ഗെയിം കളിച്ചിട്ട് കണ്ടിന്യൂ ചെയ്തൂടെ സുധീറ മാം? ഓ ശരി ശരി, ഓക്കെ, ഗെയിം കളിക്കാം. അല്ല, ഇനി ആർക്കെങ്കിലും പരിചയപ്പെടണം ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ? മാം ഓക്കെ, നമിത. നിമിത. I am from Mahi. ഓക്കെ, ഞാനൊരു ഹൗസ് വൈഫാണ്. BSc മാത്സ് കംപ്ലീറ്റ് ചെയ്തതാ. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോ ഇഷ്ടമാണ്. മോട്ടിവേഷൻ ക്ലാസ്, സബ് കോൺഷ്യസ് മൈൻഡ് ബുക്സ്, അങ്ങനത്തെ കുറെ വായിച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾ നോക്കുക എന്നുള്ള ഒരു വേറെ ഒന്നും പഠിക്കാനൊന്നും പോയിട്ടില്ല. ഇപ്പൊ മക്കള് 11th 12th 5th ഒക്കെ ആയപ്പോ സൈക്കോളജിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള കൊണ്ട് ജോയിൻ ചെയ്തതാണ്. ഓക്കെ ഓക്കെ, മയ്യഴിയിലെ നാട്ടിൽ നിന്നാണല്ലേ ഒരു കൊണ്ട്? ഓക്കെ ഓക്കെ, ഫൈൻ, താങ്ക് യു നിമിത. അപ്പൊ ഇനി നമുക്ക് അക്ഷര മാം ഗെയിമിലേക്കാണോ അതോ? അക്ഷര മാം കേൾക്കാം? ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? അതായത് ഗെയിം കളിച്ചിരിക്കുന്നതിന് മുന്നേ എനിക്ക് പരിചയപ്പെടണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് പറയാനുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ രാജിയ, വടകരയാണ്, കോഴിക്കോട് വടകര. 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 ഞാന് BSc സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തതാണ്. അതിന്റെ ഇടയില് മാരേജ് കഴിഞ്ഞു, കുട്ടിയായി. അങ്ങനെ PG പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് MScക്ക് പോകാനായിരുന്നു താല്പര്യം. പിന്നെ കുട്ടികളുള്ളത് കൊണ്ട് പോവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ വൈസ് ഇവിടെ ജോയിൻ ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ആണെങ്കിലും കുഴപ്പമില്ല. MA MSc എന്നുള്ളതൊക്കെ ഇപ്പം എല്ലാം ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ്. MA ഇവർ ഇതുവരെ മാറ്റിയിട്ടില്ല എന്ന് മാത്രം. അപ്പൊ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സീരിയസ്നെസ്സോട് കൂടെ തന്നെ എടുത്താൽ മതി. ഇന്റേൺഷിപ്പും പ്രോജക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മള് PG ആണെന്നുള്ള ഒരു ലെവലിൽ ആ രീതിയിൽ തന്നെ ജസ്റ്റ് ഇതൊരു ഡിസ്റ്റൻസ് അല്ലേ, വെറുതെ ഒരു PG കിട്ടാൻ എന്ന രീതിയിൽ ചിന്തിക്കാതെ നല്ല സീരിയസോട് കൂടെ തന്നെ അതിനെ നോക്കിക്കാണാം. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു വാല്യൂ നമുക്ക് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക മുന്നോട്ടേക്ക് പോകുമ്പോൾ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഗെയിമിലേക്ക് പോവാം അല്ലേ അക്ഷര മാം? എല്ലാരും ഓക്കെ അല്ലേ? അപ്പത്തേക്ക് എല്ലാരും ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിരുന്നോ? എല്ലാരും ഒന്ന് പുറത്തേക്ക് വരൂ. ഓക്കെ, നിങ്ങള് ക്യാമറ ഒക്കെ ഓഫ് ചെയ്താലാണ് നമുക്ക് കുറച്ചുകൂടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? അപ്പൊ ഓക്കെ ആണോ? നമുക്ക് അടുത്ത ഒരു ഗെയിമിലോട്ടേക്ക് പോവാം. പോവാം.
എന്തായാലും ഉഷാറില്ലാത്തത് ഒരു യെസ് എങ്കിലും ഒരു മൈക്ക് തുറന്നു യെസ് പോവാം. Okay, okay, okay. മതി മതി മതി. യെസ് സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാണാം. എല്ലാരും ഒന്ന് ക്യാമറ ഒക്കെ ഓൺ ചെയ്യുക. അതായത് ഇനിയുള്ള ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയാ, നിങ്ങളൊന്ന് ഭയങ്കര ആക്റ്റീവ് ആവേണ്ട ഒരു ഗെയിമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്ക് തുറക്കാം. ഇൻ കേസ് ഇനിയിപ്പോ നിങ്ങൾക്ക് മൈക്ക് തുറക്കാൻ നിർവാഹം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. നേരത്തതുപോലെ ഒരാള് രണ്ടാള് മാത്രം ആക്റ്റീവ് ആയാൽ പോരാ. മാക്സിമം എല്ലാരും ഞാൻ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരിക കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? ഇതൊക്കെ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നില്ല. നമുക്ക് നേരെ നമ്മൾ ഗെയിമിലോട്ടേക്ക് തന്നെ പോവാം കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലോഗോസ് അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ഹിന്റുകളും കാര്യങ്ങളും ഒക്കെ തരും. അപ്പൊ എന്തിന്റെ ലോഗോ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോഗോ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരേ ഇപ്പൊ ലേൺ വൈസിന്റെ ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺ വൈസിന്റെ ലോഗോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പഠിച്ചു വരുമായിരിക്കും ലേൺ വൈസിന്റെ ലോഗോ ഇതാണ് എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ലോഗോസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എന്തിന്റെ ലോഗോ ആണെന്ന് ആദ്യം പറയുന്ന ആൾക്കാർ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് നേരത്തെ സുനിറ മാം പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ സെഷന്റെയും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും ആക്റ്റീവ് പാർട്ടിസിപ്പന്റിന് നമ്മളൊരു പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ആ പ്രൈസ് വിന്നർ ഞാനായിരിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു ലോഗോ കാണിക്കും, അതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നെങ്കിൽ ആ ഒരു കമ്പനി, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ആ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾക്ക് പറയാം. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാം നോട്ട് ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകും. പക്ഷെ നിങ്ങളെ എല്ലാ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻസും നമ്മൾ മോണിറ്റർ ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിലോട്ടേക്ക് കടക്കാം. നമ്മുടെ രണ്ടാമത്തെ ഗെയിമാണ്. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും കൂടെ ഡൾ ആയിട്ടിരിക്കാതെ എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവുക കേട്ടോ. സുനിറ മാം കണ്ടിന്യൂ ചെയ്യട്ടെ. കണ്ടിന്യൂ. സ്ലൈഡ് നെക്സ്റ്റ്. അപ്പോ നമ്മൾ കുറച്ചു നേരം നമ്മൾ സ്ലൈഡ് കാണിക്കും നേരത്തെ പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര എന്താ പറയാ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരാൾ പറഞ്ഞതിന് ശേഷം പറയാതെ ഞാനായിരിക്കണം ആദ്യം എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വരിക കേട്ടോ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഗെയിമിലോട്ടേക്ക് പോവാം. ഇത് ഏതിന്റെ സിമ്പിൾ ആണ്? ഇത് ഇപ്പൊ ഒരുമാതിരി നിങ്ങള് ഗെയിം കളിക്കാനല്ലാണ്ട് ആൻസർ പറയാനിരിക്കുന്ന പോലെ ആയിപ്പോയില്ലേ. ഗെയിം ഭയങ്കര കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതിയായിരുന്നു. ഞങ്ങൾ അടുത്ത ഒരു സെഷനിലോട്ടേക്ക് വരുമ്പോ കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ളത് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇന്നല്ലേ ഇപ്പൊ അവരെ മനസ്സിലായത്. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇതില് ആർക്കും എതിരഭിപ്രായം ഒന്നും ഇല്ലല്ലോ? നെറ്റ്ഫ്ലിക്സ് ആണ്, ഈസി ആണ്. ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഈസി ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ളത് തരുന്നത് എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം കട്ടിയാക്കാം കേട്ടോ. ഇത് UIDAI ആധാറിന്റെ. പക്ഷെ നെറ്റ്ഫ്ലിക്സിന്റെ അത്ര ഒരു ആവേശം ആധാറിൽ കിട്ടിയിട്ടില്ല കേട്ടോ. എല്ലാവരുടെ കയ്യിലുള്ള സാധനമാണ്, എന്നിട്ട് പോലും ഇതിന് എത്ര ആവേശം ഇല്ല. അതുകൊണ്ടാണ് അതിന് ആവേശം ഇല്ലാത്തത്. അതായിരിക്കണം. നമ്മൾ ആധാർ കാർഡിലെ ഫോട്ടോ ഒന്നും നമുക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ നോക്കാറുണ്ട്. അതെ. നെക്സ്റ്റ്. ഓക്കെ, ഇത് എംപ്ലോയി കൂടി ഉണ്ട് അല്ലേ? ഇവിടെ 16 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇതൊക്കെ വെച്ച് നിങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മുൻകൂട്ടിയായിട്ട് കണ്ടു വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരും പറഞ്ഞതുപോലെ SBI തന്നെയാണ്. ഇത് ഡാബർ പിന്നെ ഇപ്പൊ ഡാബറിന് രണ്ടാമത്തെ ആളായി. ഇത്രേ ഉള്ളൂ. ബാക്കി ആർക്കും പിന്നെ ആൻസർ ഒന്നും ഇല്ലേ? നിങ്ങളൊക്കെ എന്താണ് ഉറങ്ങിപ്പോയി? ഇപ്പൊ 2 ആൻസേഴ്സ് ആയി. ഇതില് വേറെ എന്തെങ്കിലും മൂന്നാമതൊരു ആൻസർ ഉണ്ടോ? ജനനി സുരക്ഷാ യോജന അതാണോ? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. കുട്ടികളെ പോളിയോ
ആ വളരെ വെറൈറ്റി ആയിട്ട് കുട്ടികളെ പോളിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ 3 ആൻസർ കിട്ടി. അപ്പൊ നിങ്ങൾ ഒരു ഭയങ്കര ഒരു ഇക്വാലിറ്റി ഉള്ള ആൻസേഴ്സ് എല്ലാം മാറി ഇപ്പൊ 3 ആൻസേഴ്സ് ഒക്കെ കിട്ടി തുടങ്ങി. അതുപോലെ വെറൈറ്റി ഓഫ് ആൻസേഴ്സ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾ ഇങ്ങനെ പലതും പറയാം. സൂരജാണ് കേട്ടോ ഫസ്റ്റ്. ക്ലിക്ക് ആവട്ടെ. സൂരജാണ് ഫസ്റ്റ് പറഞ്ഞത് ഡാബർ. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ടാറ്റ കൺസൾട്ടൻസി TCS. ടാറ്റ. വേറെ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? കാർ ഏത് കാറാണ്? ഓ BMW? നോ 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 നോ. BMW അതെങ്ങനെ എങ്ങനെയാ? അയ്യോ അതാ എങ്ങനെയാവുക? അതെങ്ങനെയാ? BMW കേക്കണ്ട. അതെ അതെ. ഓക്കെ, നമുക്ക് ആൻസറിലോട്ടേക്ക് പോവാം. അയ്യ ആധാർ ഞാനാണോ ആദ്യം പറഞ്ഞത്? ഓക്കെ, ബിന്ദു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആധാർ ഞാനാണോ ആദ്യം പറഞ്ഞത്. ഓക്കെ, നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. ആ, ഇത് റിലയൻസ്. അനിൽ ബാൻ. റിലയൻസ് സർവീസസ്. കഴിഞ്ഞോ? റിലയൻസിന്റെയാണ്. ഇതുള്ളൂ, വേറെ ആൻസേഴ്സ് ഒന്നും ഇല്ല. അനിൽ അംബാനിയുടെ റിലയൻസ്. അതൊക്കെ പക്ഷെ ഇത് എന്തിന്റെ സിമ്പലാണ്? അത് ആരുടെയാണ് എന്നല്ല, ഇത് എന്തിന്റെ സിമ്പലാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണോ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, റിലയൻസ് മാത്രമല്ല, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. നമുക്ക് അതിന്റെ ആൻസറും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഫുൾ നെയിം പറയണം, എന്നാലും മാത്രമേ നമ്മൾ ആ ആൻസർ ആയിട്ട് കണക്കാക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ 2 ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ, 2ഓ 3ഓ? ആരൊക്കെയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു. ഓക്കെ, ബിന്ദു ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇരിക്കുകയാണ്, ഞാൻ തന്നെ വിന്നർ എന്നൊക്കെ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഇത് LIC എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കോർപ്പറേഷൻ. ഞാനെന്താ മാഡം ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അത് LIC തന്നെയാണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇത് പറയട്ടെ. ലൂയി വിട്ടൺ. അതെന്താണ് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഒരു ഇതില്ല, നിങ്ങൾക്ക് അധികം ഇല്ല, പരിചയം ഇല്ലാത്ത ഒരു സിമ്പിൾ ആണല്ലോ അല്ലെ. നമ്മൾ അങ്ങനെ കാണത്തില്ല, എന്നാൽ പോലും കുറച്ചുകൂടെ എന്താണ് എക്സ്പെൻസീവ് ആയ ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ആൻസറിലേക്ക് പോവാം. അപ്പൊ പറഞ്ഞതാരായിരുന്നു? ഫസ്റ്റ് പറഞ്ഞതാരായിരുന്നു? ഓക്കെ, ദീപിക. നോക്കാം. ഓക്കെ, അത് തന്നെയാണ്. ഓക്കെ, പറഞ്ഞോളൂ. സ്റ്റാർബക്സ്. ഭയങ്കര കോമൺ ആണല്ലോ അല്ലെ ഇപ്പൊ ഇതൊക്കെ. അതെ അതെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കൊണ്ടുവരാം. എല്ലാരും ഭയങ്കര കോസ്റ്റ്ലി ആയി പോയി. അതെ അതെ, മണി ഈസ് നോട്ട് എ പ്രോബ്ലം. ഇന്ന് വരും നാളെ പോകുന്നൊക്കെയാണല്ലോ ലൈഫ്, അങ്ങനെയായി. ഓക്കെ, നെക്സ്റ്റ്. മാസ്റ്റർ കാർഡ്. ATM കാർഡ്. മാസ്റ്റർ കാർഡ്. വെറും ATM കാർഡ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തൊക്കെ പറയുമ്പോ അത് ക്ലിയർ ആയിട്ട് പറയണം, എന്താണ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് തരണം. മാസ്റ്റർ കാർഡ് ഓർഗനൈസേഷന്റെ അവരുടെ എംബ്ലം ആണത്. ഓക്കെ, നോക്കാം. മാസ്റ്റർ കാർഡ്. ഓക്കെ, അപ്പൊ എങ്ങനെ ഈ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഉഷാറായി വന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, നമുക്കൊരു എനർജറ്റിക് ആയിട്ട് തോന്നിയത്. അപ്പൊ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഏറ്റവും കൂടുതൽ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ഗെയിമും കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതായത് ഈ ഒരു മീറ്റിംഗിൽ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇതിലും കൂടുതൽ ആവേശമുള്ള ഒരു കളിയാണ്. അപ്പൊ ഇതിലും കൂടുതൽ അലേർട്ട് ആയിട്ട് ഇരിക്കണം, എന്നാലും മാത്രമേ നമ്മൾ ജയിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ബാക്കിയുള്ള ആൾക്കാര് നമ്മൾ പരിചയപ്പെടാം, അതിനുശേഷം നമുക്ക് അടുത്ത ഗെയിമിലോട്ട്. ഓക്കെ ഓക്കെ,
എന്റെ പേര് ദീപ. ആ ഞാൻ ഞാൻ ഒരു കോളേജിൽ വർക്ക് ചെയ്യുക, സെന്റ് സ്റ്റീഫൻസ് കോളേജ് പത്തനാപുരം. ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഗ്രി PG ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാഷൻ പോലെ അത് വേണം, അത് പഠിക്കണം. ഈ പേരിന്റെ കൂടെ ഇങ്ങനെ ഓരോ പേരിന് ശേഷം ഒരു ഡിഗ്രി എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അന്നേ എഴുതി വെച്ചിരുന്ന ആ, ഒരു ഇതാണ് MA സൈക്കോളജി. അങ്ങനെ അന്ന് മുതലേ ഉണ്ടായിരുന്നു. ഇപ്പോഴാ പറ്റിയത്. ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ തന്നെ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് സ്വന്തമായിട്ട് നമുക്ക് ആരോടും പറയാതെ അത് ചെയ്യണം. രഹസ്യമായിട്ടൊന്നല്ല, ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായിട്ട് അത് നേടണം എന്നുള്ളൊരു, അതിന്റെ കൂടെ ഇനി ഒരു MBAയും കൂടെ ഒരു ആഗ്രഹത്തിലുള്ളതാണ്. അപ്പൊ അത് റിട്ടയർ ആയാലും എന്നായാലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇത് ഒരിക്കൽ ഞാൻ രജിസ്റ്റർ ചെയ്ത, ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് അല്ല, ഒന്നും ചെയ്തില്ല. അപ്പൊ നിങ്ങളുടെ പോലുള്ള ആൾക്കാരുടെ സഹായം ഇല്ലാതെ പറ്റാത്ത ഒരു വർക്ക് ലൈഫ് ബാലൻസിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ജോയിൻ ചെയ്തത്. അപ്പൊ ഈ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. ഒന്നാമത് ഇങ്ങനത്തെ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ കുട്ടികളിൽ സംസാരിക്കുന്ന പോലെ ഇത്രയും പ്രായമുള്ള എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നു, ഒരു സന്തോഷം. ഓക്കെ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഏജ് എന്നൊക്കെ പറഞ്ഞ ജസ്റ്റ് നമ്പർ ആണ് അല്ലെ അക്ഷര മാം? നമ്മളിവിടെ എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. എത്ര വെറൈറ്റി ഏജും ഉണ്ടാവും, എത്ര വെറൈറ്റി നാടുണ്ടാവും, എല്ലാം ഭയങ്കര വേരിയസ് ആയിട്ടുള്ള ഒരു ഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ ഏജുകാരെയും ഒക്കെ പരിചയപ്പെടാം. അപ്പൊ ഇനി അടുത്തതാരാ? ഹായ്, ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, എന്റെ പേര് അർജുൻ. അർജുൻ എന്നാണ് വരുന്നത്, പക്ഷെ മൈ നെയിം ഇസ് ആ ലക്ഷ്മി. ഞാൻ ഓക്കെ. ഇതുപോലെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ 2015 ഞാൻ PG ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞത്. അപ്പൊ അതിനോടൊപ്പം സൈക്കോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് അന്ന് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതലേ ഇഷ്ടമുണ്ട്. ഇപ്പം എല്ലാരും പറഞ്ഞ പോലെ ലൈഫ് കുറച്ച് സെറ്റിൽഡ് ആയി വരുന്ന സമയം ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ ആയിട്ടാണ് എക്സ്പീരിയൻസ്. I did my PG in English literature, after that B.Ed, പിന്നെ എല്ലാം TEFL, TESOL, everything related to English language. അപ്പൊ അതിനോട് മാച്ച് ആയി പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജി. പിന്നെ ഇഷ്ടമാണ് ആ ഓക്കെ, സബ്ജക്റ്റ്. അങ്ങനെ I thought of join. ഓക്കെ, ഓക്കെ, Nice to meet ഓക്കെ, you all. കേൾക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരാണ്? എല്ലാവർക്കും ഹായ്, അടുത്തോ? ഞാൻ പറഞ്ഞോട്ടെ. ഓ, ഓക്കെ. പറഞ്ഞോളൂ. എന്റെ പേര് കാമില, ഞാൻ കൊല്ലത്തുനിന്നാണ്. ഞാൻ ഹായ്. 2013 എന്റെ ഡിഗ്രി കഴിഞ്ഞതാണ്. പിന്നെ മാരേജ്, അങ്ങനെ മാരീഡ് ലൈഫ് ഒക്കെ ആയിട്ട് പിന്നെ കരിയർ ബ്രേക്ക് ആയി പോയി. പിന്നെ 2020 PG ജോയിൻ ചെയ്തു ഇംഗ്ലീഷ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു കറക്റ്റ് വെയിൽ പോവാറില്ല. ആൻഡ് വൈ സൈക്കോളജി എന്ന് ചോദിച്ചാല് എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉള്ളപ്പോ അവരുടെ കുറച്ചും കൂടെ അവരുടെ കാര്യങ്ങൾ നല്ലപോലെ ഒന്ന് കൈകാര്യം ചെയ്യാൻ ഇതിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കൊള്ളാന്ന് തോന്നി. ഉള്ളൂ. ഓക്കെ കമല, താങ്ക് യു. കുട്ടികൾ അവിടെ വന്നിരുന്ന് പഠിക്കാൻ അവരിപ്പോഴേ തയ്യാറായിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു എനർജിയോടെ തന്നെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഗെയിം കൂടെ എടുക്കാം അല്ലേ മാം, അക്ഷര മാം? ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാരും ക്യാമറ ഓൺ ആക്കുക. അപ്പത്തേക്ക് ഒരു രണ്ടാൾക്കാര് അവരുടെ സെൽഫായിട്ട് ഇന്റർവ്യൂസ് ചെയ്യുമ്പോ എല്ലാരും ക്യാമറ ഓഫ് ആക്കിയിട്ട് എവിടെയാണ് പോകുന്നത്? അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഗെയിമിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഒരു ഭയങ്കര എനർജിയോട് കൂടെ തന്നെ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സെഷനുകളിൽ ഇനി നമുക്ക് കൂടുതൽ എല്ലാവരെയും കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊക്കെ പറ്റും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഗെയിം. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ഗെയിം ഗ്രാബ് ആൻഡ് റൺ എന്നാണ് പറയുന്നത്. പേരിലുള്ളത് പോലെ തന്നെ നമ്മൾ കുറച്ച് ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഈ ഇരിക്കണോടത്തു നിന്നൊക്കെ ഒന്ന് ഉണർന്ന് എണീറ്റ് ഇരിക്കണം എല്ലാവരും. അപ്പൊ ഒരു ഓടാനൊക്കെ റെഡി ആയിട്ട് നമുക്ക് ഫിസിക്കൽ എക്സസൈസും കൂടെയാണ് അല്ലേ മാം? ഫിസിക്കൽ എക്സസൈസും കൂടെയാണ് നമ്മുടെ ലാസ്റ്റത്തെ ഗെയിം. അപ്പൊ എല്ലാവരും ഒന്ന് ഓടിച്ചാടി നമ്മളെ ചുറ്റുവട്ടത്തുള്ള വീടിന്റെ ഉള്ളിലുള്ള കുറച്ച് ഐറ്റംസിനെയൊക്കെയാണ് കാണിക്കുന്നത്. അത് എടുത്തു കൊണ്ടുവന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുക. അതാണ് നമ്മുടെ ഗെയിം. റെഡി ആണോ എല്ലാവരും? അയ്യോ മാഡം, ഞാൻ ഹോസ്പിറ്റലിലാണ്. ഇവിടെ വീട്ടിലുള്ള സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഓക്കെ, മതി. ഓഫീസിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, നമുക്ക് നോക്കാം. എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ വീട്ടിലായിക്കോട്ടെ ഓഫീസിലായിക്കോട്ടെ. ചില കാര്യങ്ങൾ നമുക്ക് പറ്റില്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് മോനെ കൊണ്ട് എടുപ്പിക്കാവോ? എനിക്ക് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പാടില്ല. സപ്പോർട്ട് കിട്ടും.
സപ്പോർട്ടൊക്കെ വാങ്ങാൻ കുഴപ്പമില്ല. ഇല്ല ബിന്ദു ഓക്കെ ഓടണ്ടേ, എന്നാലല്ലേ ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കിട്ടുള്ളൂ. കുട്ടി പകുതി കൊണ്ടുവന്നാ മതി. അപ്പൊ നമുക്ക് നോക്കാം, മൂവ് ചെയ്യാം. ആക്കാന്നൊക്കെ അല്ലെ. തുടങ്ങാം അല്ലെ സുനീറ മാം? തുടങ്ങാം. ഫസ്റ്റ് ക്ലാസ് അതെന്തായാലും ഉണ്ടാവും. രജനി ഓൾറെഡി കയ്യിൽ വെച്ചിരിക്കുക എങ്ങാണ്ടോ തോന്നുന്നു. അയ്യോ ഇല്ല മാം, ഇവിടെ ടേബിൾ ഞാൻ ചായ കുടിക്കാണ്ടിരിക്കുവായിരുന്നു എന്നൊക്കെ. നജീബ് പകരം ബോട്ടിൽ കാണിച്ചു തന്നിട്ടുണ്ട്. റോട്ടൊക്കെ എവിടെയാണെന്ന് തോന്നുന്നു. ദീപ ഞാൻ ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ടാണ് കയ്യില് ഇത് കുപ്പി കിട്ടിയില്ല, അതുകൊണ്ടാണ്. സോറി. സുരാജ് വാട്ടർ ബോട്ടിൽ, സൂരജ് വാട്ടർ ബോട്ടിൽ, ഗണേഷ്, ഓക്കെ, രജനി, ദീപിക, ഷഹനാസ്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സാംസങ് എന്ന് പേരുള്ള ആളെ പേര് അതിൽ കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല ആരാണ്. ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? രജനി വീണ്ടും അടിച്ചു എന്നൊക്കെ. ഗീത രജനി വേഗം ഊരി എടുത്തു അല്ലേ? കണ്ണട ഇവിടെ കണ്ണിൽ വേഗം കിട്ടി. നജീബിന്റെ അടുത്തുണ്ട്. കണ്ടോ, റോഡ് സൈഡിൽ ഉണ്ട്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടാവും ആൾക്കാരെ. ഓക്കെ, ഹരികുമാർ, ഓക്കെ, ഇസ്മായിലിന് കിട്ടി. എല്ലാവർക്കും വണ്ടിയിലാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണോ? ശ്രദ്ധിക്കണേ. ഓക്കെ, നെക്സ്റ്റ് സെയിം കോമ്പൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളെ നജീബിന്റെ കയ്യിലൊക്കെ ഉണ്ട്. ഒക്കെ കൊണ്ടുവന്നു. ദീപ കിട്ടി. ഓക്കെ, ഐഫോൺ കോമ്പ് പറ്റൂലേ? കോമ്പ് ഏതെങ്കിലും കോമ്പോ കിട്ടി. ഫൗസിയ കിട്ടി. ഓ മതി, ഏത് കോമ്പോ ഒക്കെയാണ് രജനിക്ക് എന്ന് മാത്രമേ ഈ കളർ വേണം, ഈ മോഡൽ വേണം എന്നൊന്നും. ഓക്കെ, സൂരജ്, ഫൗസിയ, എല്ലാവർക്കും കിട്ടി. ഓടി കിച്ചണിലേക്ക് പോയിക്കോളൂ. ഓക്കെ, കിട്ടി. ഓക്കെ, ഗണേഷിന് കിട്ടി. ഫോൺ യൂസറിന് കിട്ടിയിട്ടുണ്ട്. നജീബ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഉണ്ട്. രജനിക്ക് കിട്ടിയിട്ടുണ്ട്. രജനി, ഫൗസിയൊക്കെ കിട്ടി. ഓക്കെ, സാംസങ്. സൂരജിന് കിട്ടി. ബിന്ദു കിട്ടി. സുമിത, ഓക്കെ. ദീപ ഓടിയിട്ടുണ്ട്. ഓക്കെ, ദീപ കുട്ടികളെ എഴുതുന്നോടത്തുനിന്നൊക്കെ ആരൊക്കെയോ പിടിച്ചു പറിച്ച് വാങ്ങി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അക്ഷരമ്മ പെന്നും എടുത്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? പെൻ ഓർ പെൻസിൽ ഏതെങ്കിലും ഒന്ന് മതി, രണ്ട് വേണം നിർബന്ധമില്ല കേട്ടോ. എടുത്താ കൊറേ ആൾക്കാർ ഒരുപാട് പെന്നും പെൻസിലും ഒക്കെ എടുത്തു. നെക്സ്റ്റ് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, കണ്ടു. കുറച്ചുപേര് ക്യാമറ വേഗം ഓഫാക്കി, ഇല്ലാന്ന് തോന്നുന്നു. ഫയല് പോയിട്ടോ. ഓക്കെ, കിട്ടി. ഓക്കെ, പ്ലേറ്റ്. സൂരജ് എണീറ്റ് ഓടി. എല്ലാരും ഓടി, കിച്ചണിലേക്ക് അതാ ഓടുന്നു. അയ്യോ, ഓക്കെ, കിട്ടി. സൂരജിന് കിട്ടി. രജനിക്ക് കിട്ടി. ദീപക് കിട്ടി. പറ്റുമോ? സ്റ്റീൽ പ്ലേറ്റ് പറ്റൂല. അങ്ങനൊന്നും ഇല്ല കേട്ടോ, ഇവിടെ റൂൾസ് ഇല്ല. പ്ലേറ്റ്, എല്ലാ പ്ലേറ്റ്. അതെ, പ്ലേറ്റ്. അവിടെ കിച്ചണിൽ എന്തോ ചോറ് വയ്ക്കുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് അതാ ബിന്ദു പോയി പിടിച്ചു വാങ്ങിക്കൊണ്ടെന്ന് കാണിച്ചിരുന്നു. മതി, കുട്ടി ചോറ് വെച്ചോട്ടെ, മതി.
മാം സ്പൂൺ കിട്ടിയിട്ടുണ്ട്. രജനി കിട്ടി. രജനി അത് രജനി അവിടെ കിട്ടി അസിസ്റ്റന്റ് എടുത്തിട്ട് വെച്ചിരിക്കുക. ടേബിളിന്റെ മേലിൽ കൊണ്ടുവന്ന് ഇല്ല വെച്ചിട്ടുണ്ട്. മാം, ഓടി അടപ്പളോ, ഞാൻ കിച്ചണിൽ ഇരിക്കും ഓൾറെഡി. ബുദ്ധിപരമായ നീക്കം. ശരി, ബുദ്ധിപരമായി നീക്കം. ഓക്കെ, സൂരജിന് ഫൗസിയ, ദീപ. ഗണേഷിന് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടി. ദീപ കിട്ടി. ഓക്കെ, സ്പൂൺ ഉണ്ട്, എല്ലാവർക്കും കിട്ടി. പെർഫ്യൂം. നെക്സ്റ്റ് പെർഫ്യൂം. ഓക്കെ, ലാസ്റ്റ് ഹരികുമാർ ഓൾറെഡി കയ്യില് ഉണ്ടായിരുന്നല്ലേ? മാറിന് കിട്ടി. ഐഫോൺ യൂസറിന് കിട്ടിയിട്ടുണ്ട്. മാം പെർഫ്യൂം. അഞ്ചു കിട്ടി. അഞ്ജുവിന് കിട്ടി. രജനിക്ക് കിട്ടി. ഇപ്പൊ ബെഡ്റൂം വന്നില്ല, കിച്ചണിൽ ഇരുന്നിട്ട് ഇപ്പൊ രജനി. റിമോട്ട്. ഓക്കെ, സൂരജ്. നെക്സ്റ്റ് ഐറ്റം റിമോട്ട്. സുമിത കിട്ടി. ഓക്കെ, പെർഫ്യൂം കിട്ടി. മാം റിമോട്ട്. ഓക്കെ, കിട്ടി. മാം ആരാണത്? ഞാനാണ് റിമോട്ട്. കിട്ടി. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയോ കളിയില്? നല്ല കളിയാ മാം, ഓടി അടപ്പളവുന്നുണ്ട്. ഓക്കെ, സമയം ഭയങ്കര പ്രശ്നം. അയ്യോ, മാം അവിടെ എന്തൊക്കെയുണ്ടല്ലോ, ഒരു ഗ്ലാസ്. അയ്യോ, ഹാങ്ങർ കാണിക്കുന്നുണ്ട്. കലണ്ടർ അല്ല, റെഡ് കളർ അവിടെ അതെന്താണ്? ക്ലോക്ക്, ഫൗസിയന്റെ ലേസിന്റെ കവറോ എന്താണ് അത്? സൂരജിന്റെ കയ്യിലുള്ളത് ബിസ്ക്കറ്റിന്റെ കവർ, ഓട്സ് ബിസ്ക്കറ്റാ. ഗണേഷിന് നജീബിന് എന്തോ കിട്ടി. എന്റെ റെഡ് കളർ അല്ലേ? കളർ ദീപ കിട്ടി. ദീപ പേന എടുത്തിട്ടുണ്ട്. ഹരികുമാർ പെൻ നോട്ട് ചെയ്തല്ലോ അല്ലേ? ചെയ്തു. ഓക്കെ, അപ്പൊ എല്ലാരും ഓടി ഒന്ന് എണീറ്റ് ഇവിടുന്ന് ഇരുന്നോടത്തൊന്നും എണീറ്റ് ഓടിയില്ല. എല്ലാരും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് വന്നതായിരുന്നു. പക്ഷെ ഇനി നമുക്ക് നമ്മുടെ സമയം പരിമിതമാണ്, എല്ലാവർക്കും അറിയാലോ. ഓക്കെ, എല്ലാരും ഒന്ന് ഓടിച്ചതാണ് തുടക്കത്തിലെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. MH ആണെങ്കിലും ഓടി. എടുക്കാൻ പോയിട്ട് വന്നിട്ടില്ല ചിലര്. ക്യാമറ ഓൺ ചെയ്ത് പോയ പോക്കാന്നൊക്കെ. ഇനി നാളത്തെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് മറ്റന്നാളാണ് സെഷൻ ഉള്ളതെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ ഇനി അങ്ങോട്ടുള്ള സെഷൻസിൽ നിങ്ങൾക്ക് ഇത്ര ഫൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇനി നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മുടെ സിലബസ് റീകോഡിങ്, അതുപോലെ ഇഗ്നു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇഗ്നുവിനെ പറ്റി കൂടുതൽ അറിയാനുള്ളത്, പിന്നെ നമ്മുടെ കരിയർ പ്ലാനിങ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെഷൻസ് ഉണ്ടാവും. മെന്റർഷിപ്പ് ടീമിനെ, നമ്മുടെ മൊത്തം ലേൺ വൈസ് ടീമിനെ പരിചയപ്പെടുന്ന സെഷൻ ഉണ്ടാവും. അങ്ങനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ളതും നമ്മൾ അറിയേണ്ടതുമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള സെഷൻസിൽ ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവരും ഇതേ എനർജിയോടുകൂടെ തന്നെ ഇതേ ഒരു ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ സെഷൻസിൽ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള സെഷൻസിൽ നിങ്ങളുടെ സ്വന്തം മെന്റേഴ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം പലരും വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ മെന്റേഴ്സ് എവിടെയെന്നൊക്കെ. അപ്പൊ അവരൊക്കെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള സെഷൻസിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു ലേൺ വൈസ്. താങ്ക് യു ഓൾ. താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. ഹലോ, അടുത്ത സെഷൻ എപ്പോഴാണ്? ആര് പോവല്ലേ? ഒരു മിനിറ്റ്, ഒരു ടാസ്കും കൂടെ നമുക്ക് തരാറുണ്ട് കേട്ടോ. മാഡം, അടുത്ത സെഷൻ എപ്പോഴാണ്? നമ്മൾ ഈ ഒരു സീക്വൻസ് ഓഫ് സെഷൻ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത സെഷൻ എനിക്ക് തോന്നുന്നു ഡേ ആഫ്റ്റർ ടുമോറോ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങളെ മെന്റേഴ്സ് ത്രൂ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഒരു മെന്ററിന്റെ അണ്ടറിൽ എത്ര സ്റ്റുഡൻസ് ആണ് വരുന്നത്? അതായത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു മെന്ററിന്റെ അണ്ടറിൽ എത്ര സ്റ്റുഡൻസ് ആണ് വരുന്നത് ചോദിക്കുന്നുണ്ടോ? അല്ലെ എനിക്ക് ഇനിയുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് ഡയറക്ട്ലി ആസ്ക് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇന്ന് നമ്മളൊരു ജസ്റ്റ് ഒരു ആക്ഷൻ ടാസ്ക് കൂടെ കാണിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ, ലീവ് ചെയ്യാം എല്ലാവർക്കും. ജസ്റ്റ് പിന്നെ ഒരു ഓക്കെ അക്ഷര മാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് ഓരോ ടാസ്ക് തരും. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ്, ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഓക്കെ, നിങ്ങളുടെ മെന്റേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യണം. അപ്പൊ കാണിക്കാം അക്ഷരാമ്മ നേരത്തെ ടാസ്കിലേക്ക്. പറഞ്ഞതുപോലെ നിങ്ങൾ പിന്നെ സെഷനിൽ ആക്റ്റീവ് ആവണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ മെന്റേഴ്സിന് അയക്കണം. മെന്റേഴ്സ് നിങ്ങളെ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിക്കില്ല. നിങ്ങളായിട്ട് വേണം ഇതിനൊക്കെ എല്ലാ ടാസ്കുകളും നിങ്ങൾ പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടാസ്ക് നമ്മളുടെ സെഷൻ 1ന്റെ ടാസ്ക് കാണിച്ചു തരാം. ഈ സെഷൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോ ഉണ്ടോ? റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാവും. പക്ഷെ മാക്സിമം നമ്മൾ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് ഇനി എന്തെങ്കിലും ഒരു നമുക്കിപ്പോ പല സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കാം, അപ്പൊ നമുക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊക്കെ ആകുമ്പോൾ നമ്മൾ അതിന്റെ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ പ്ലേസ്, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ ഹോബീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഓക്കെ. അപ്പോ നിങ്ങളുടെ പിന്നെ സെൽഫിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നിങ്ങളെ മെന്റേഴ്സിന് നിങ്ങൾ എന്താണ്, അതുപോലെ നിങ്ങളുടെ ഹോബീസ് എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് ഏരിയാസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റ കളക്ഷന്റെ ഭാഗമാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മളുടെ സെഷൻ 1ന്റെ ടാസ്കും കൂടിയാണ്. ഈ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്താലാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒരു പെർഫോമർ എന്നുള്ള രീതിയിലോട്ടേക്ക് വളരുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളെ മെന്റേഴ്സ് വഴി ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, കൂടുതലും നിങ്ങളെ പറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആണുള്ളത്. മെന്റേഴ്സ് വഴി ഇത് നിങ്ങൾക്ക് ഇന്ന് തന്നെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങളെ മെന്റേഴ്സിന് അയക്കാം കേട്ടോ.